Good evening, all. Welcome to Nursing Lab free YouTube classes. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജയലക്ഷ്മി, ട്രിവാൻഡ്രത്താണ് സ്ഥലം. ഓക്കെ, അപ്പോൾ എന്നെ അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ നഴ്സിംഗ് ലാബിലെ ക്ലാസ്സുകൾ കാണാത്തവരാരെങ്കിലും ഉണ്ടോ? കാണുമല്ലേ? ഒരുപാട് പേര് പുതുതായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു DHS എക്സാം? എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തോ? എല്ലാവരും നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു, ടെൻഷനൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പെട്ടെന്ന് എല്ലാവരും ടെൻഷൻ ആയി പോയി. പക്ഷെ എന്നാലും ഒരുവിധം നല്ലതായിട്ടൊക്കെ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്തു എന്നാണ് വിശ്വാസം. എന്തായാലും നല്ല റിസൾട്ട് വരട്ടെ, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നഴ്സിംഗ് ലൈവിന്റെ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുന്നേ നമ്മുടെ DMEക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് DME കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ നൽകുക. ക്ലിയർ ആണോ? സൗണ്ട് ഒക്കെ ക്ലിയർ ആണോ? സൗണ്ടും സ്ലൈഡും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? സൗണ്ട് പിന്നെ സ്ലൈഡ് രണ്ടും ക്ലിയർ ആണല്ലോ അല്ലേ? കണ്ടിന്യൂ ചെയ്യട്ടെ? സമയമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? പെട്ടെന്ന് സ്ലൈഡ് ക്ലിയർ ആണെന്ന വിശ്വാസത്തിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ആരും റിപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇനി വരാൻ പോകുന്ന സ്റ്റാഫ് നഴ്സ് എക്സാം, DME സ്റ്റാഫ് നഴ്സ് എക്സാം. ഇപ്പൊ നമുക്ക് സ്റ്റാഫ് നഴ്സ് എന്നുള്ള പേര് മാറിയിട്ട് എന്തായി? നമ്മുടെ നഴ്സിംഗ് ഓഫീസർ എന്നായി. അപ്പൊ ഇനി പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നഴ്സിംഗ് ഓഫീസർ എന്നായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അപ്പൊ നമ്മുടെ DME എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഫസ്റ്റ് എന്റെ ലക്ഷ്യം. ഫസ്റ്റ് പാർട്ട് അതാണ്. ഇനി പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ നിങ്ങൾക്കറിയാം നഴ്സിംഗ് ലൈവ് എന്ന് പറയുന്നത് പുതിയൊരു സംരംഭമാണ്. നമ്മുടെ DHSന്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ വിജയകരമായി തന്നെ, വളരെ ഭംഗിയായിട്ട്, ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ നന്നായിട്ട് ഞങ്ങൾക്ക് ആ ക്രാഷ് കോഴ്സും ഫുൾ ഞങ്ങൾക്ക് ആ ഒരു സ്റ്റഡി പ്ലാനും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും ഞങ്ങളുടെ അധ്യാപനം മാത്രമല്ല, നിങ്ങളുടെ ഒരു കോർപ്പറേറ്റ് എന്താ പറയാ ഒരു സഹകരണം കൂടെയാണ് ഞങ്ങളുടെ ഈ ഒരു ക്രാഷ് കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റിയത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു നന്ദി. നിങ്ങൾ എല്ലാവരും റിവ്യൂ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എല്ലാം ഞങ്ങൾ തൃപ്തി ഞങ്ങൾക്ക് നല്ല തൃപ്തിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള നന്ദി ഞങ്ങൾ ഇതിലൂടെ അറിയിക്കുകയാണ്. താങ്ക്സ്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത് പിന്നെ പറയാനുള്ളത് എന്താണ്? നമ്മുടെ DME എക്സാമിന്റെ ഓറിയന്റേഷൻ കഴിഞ്ഞിട്ട് പറയാനുള്ളത് നമ്മുടെ ഇനി ഉള്ള DME എക്സാമിന് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ബാച്ച്, ലോങ് ടേം കോഴ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന അന്ന് മുതൽ നമ്മുടെ DME എക്സാം എന്നാണോ അന്ന് വരെയുള്ള, അതായത് ഇടയ്ക്കൊന്നും എക്സാം ലെങ്തി ആയി പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും ആയില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ്, ലോങ് ടേം ബാച്ച് ആണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ആ സ്റ്റഡി പ്ലാൻ എന്തൊക്കെയാണ് ഞങ്ങളുടെ പ്ലാനുകൾ, അതാണ് ഞങ്ങൾ ഞാൻ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കഴിഞ്ഞ DHS എക്സാമിനെ കുറിച്ച്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഏതൊക്കെ സബ്ജക്ട്സ് ചോദിച്ചു, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, ഓരോ സബ്ജക്ട്സിനും എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, അതിന്റെ ഒരു വെയിറ്റേജ്, അതാണ് ഞാൻ അടുത്ത് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താ? പിന്നെ നമ്മുടെ നഴ്സിംഗ് ലാബ് ടീം ഒരു സർവേ നടത്തിയിരുന്നു. എന്ത് സർവേ ആയിരുന്നു? നിങ്ങൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ കേരളത്തിലെ എക്സാം എഴുതിയവർക്കെല്ലാം ഒരു ഫോം കിട്ടിയിട്ട് അവര് എത്ര മാർക്കാണ്, നമ്മുടെ പ്രൊഫഷണൽ കീ കിട്ടിയിട്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അവർ അറ്റൻഡ് ചെയ്തതിൽ എത്ര മാർക്ക് ഓരോരുത്തർക്കും കിട്ടി എന്നതനുസരിച്ചിട്ട് ഒരു സർവേ നടത്തിയിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും ഒരു എന്താ പറയാ ഒരു ആവറേജ് റാങ്ക് ലിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. എത്രയാണ് ഓരോ ജില്ലയ്ക്കുമുള്ള കട്ട് ഓഫ് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴായാലും PSC പബ്ലിഷ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഓരോ ജില്ലയിലും നമുക്ക് കിട്ടിയ ഡേറ്റാസ് വെച്ച് ഒരു മോർ ദാൻ 3000 കാൻഡിഡേറ്റ്സ് ആണ് നമുക്ക് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അവരുടെ മാർക്കുകൾ വെച്ചിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് ജില്ല തിരിച്ച് ഞങ്ങൾ തയ്യാറാക്കിയ ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്. റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുതരും. പക്ഷെ അതിന്റെ ഒരു അനാലിസിസ് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നടത്താം. ഓക്കെ, അപ്പൊ നമുക്ക് പോകാലോ, ഓരോ കാര്യങ്ങളായി പറഞ്ഞു തുടങ്ങിയാലോ? എല്ലാവരും റെഡിയല്ലേ? റെഡിയാണോ?
റെഡിയാണോ? ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങുകയാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗവൺമെന്റ് ജോബ് ആണ് അല്ലെ? ഒരു ഗവൺമെന്റ് ജോബ്. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരു ഗവൺമെന്റ് ജോബ് വേണമെന്ന് പറഞ്ഞ് ഈ കോച്ചിങ്ങിനും ഉള്ള ബുക്കുകളെല്ലാം നമ്മൾ 4 വർഷം പഠിച്ചതൊക്കെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അതിന്റെ ബെനിഫിറ്റ്സ് കൊണ്ടാണ് അല്ലെ? നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന നമ്മൾ ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് കൊണ്ടാണ് അല്ലെ? എന്തൊക്കെയാണ് ആ ബെനിഫിറ്റ്സ്? ഹൈ പേ ആണ് അല്ലെ? നമുക്ക് എത്രയാണ് സാലറി? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വളരെ കുറഞ്ഞ സാലറി ആണല്ലേ നമുക്ക് കിട്ടുന്നത്. നമ്മൾ എത്രയോ നാളുകൊണ്ട് സമരം നിന്നും പ്രക്ഷോഭങ്ങൾ നടത്തിയൊക്കെയാണ് ഇച്ചിരി ഒന്ന് സാലറി ഒക്കെ കൂട്ടി കിട്ടിയത് അല്ലെ? അതും പലർക്കും കിട്ടുന്നില്ല. ഇപ്പൊ 3-4 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ആവുമ്പോഴാണ് എത്രയാ ഒരു 20,000 25,000 ഒക്കെ മാക്സിമം ആണല്ലേ അതൊക്കെ. അതിന് താഴെയാണ് പലർക്കും കിട്ടുന്ന സാലറി അല്ലേ? പക്ഷെ നമ്മളൊരു 6 മാസമോ ഒരു 3 മാസമോ ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഗവൺമെന്റ് ജോബാണ് അല്ലെ? നമ്മുടെ കേരള ഗവൺമെന്റിലോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിലോ നമുക്കൊരു ജോബ് കിട്ടുകയാണ്. നമുക്ക് എത്രയാണ് സാലറി കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ഇവിടെ ഈ സ്ലൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 സ്റ്റാഫ് നഴ്സിന് നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന സാലറി ആണ് കേട്ടോ. ഇത് പഴയതാണ്, സോറി, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ഇപ്പൊ കറന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയാണ് ഗവൺമെന്റ് സ്റ്റാഫിന്. അതൊരു 35,460 അവിടെ കണ്ടോ. ബേസിക്സ് എന്ന് പറയുന്ന അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 27,800 ആയിരുന്നു. അപ്പൊ ഇനി നമ്മുടെ ഏപ്രിൽ മുതൽ പുതിയ സാലറി ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടും നമുക്ക് കയ്യില്? 43,200 ആണ് കേട്ടോ. നമ്മുടെ DA-യും ബാക്കിയുള്ള അലവൻസ് ഒക്കെ ഇനി ഇത് കൂടാതെ ഉണ്ട്. മിനിമം സ്റ്റാർട്ടിങ്ങിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി ആണ് ഈ പറയുന്നത്. അപ്പൊ ഇതൊരു നല്ല പേ അല്ലേ? നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഗവൺമെന്റ് ജോലി, നമ്മളൊരു 6 മാസം കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ജോബ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഗവൺമെന്റ് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ മിനിമം നമുക്ക് കിട്ടുന്ന സാലറിയാണ് 43,000 രൂപ എന്നുള്ളത് അല്ലെ? ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഒരു ഗവൺമെന്റ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്നത്. അത് കൂടാതെ വേറെ എന്താ ഉള്ളത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ തന്നെ നമുക്ക് സെറ്റിൽ ആകാൻ പറ്റും. നമ്മുടെ നാടും വീടും ഒന്നും ഉപേക്ഷിച്ച് നമുക്ക് ഒരിടവും പോകണ്ട. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഒക്കെയാണ് എയിംസിലോ ജിപ്മറിലോ ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? അതാത് സ്ഥലങ്ങളിലോട്ട്, വേറെ സ്റ്റേറ്റിലോട്ടൊക്കെ പോകേണ്ടി വരും അല്ലെ? നമ്മുടെ നാട് വിട്ട് പോകേണ്ടി വരും. നമ്മുടെ വീട്ടിലുള്ളവരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഇവിടെ ചിലപ്പോൾ ഒറ്റയ്ക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളെ അടുത്തൊക്കെ ആക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാവും അല്ലെ? അതിനേക്കാളും ഒക്കെ നമ്മൾ ബെറ്റർ ആയിട്ട് ചിന്തിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടില് ഇച്ചിരി ഒന്ന് സാലറി, സെൻട്രൽ ഗവൺമെന്റിനേക്കാളും ഇച്ചിരി സാലറി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഭാഗം ആൾക്കാർ എന്തുണ്ട്? നമുക്ക് ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? അബ്രോഡ് പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാരും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ അബ്രോഡ് പോകുന്നതിന് മുന്നേ ഒരു ഗവൺമെന്റ് ജോബ് നമുക്ക് ഇവിടെ നേടണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? എന്തുകൊണ്ടാ? കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു? അബ്രോഡ് പോയിട്ട് നമുക്ക് വേറൊരു രാജ്യത്ത് ജീവിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ചിലരുണ്ട് നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ആകാൻ താല്പര്യമുള്ളവര്. ചിലരെന്താണ്? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ലതായിട്ട് ഒരു ബേസിക് ഒക്കെ ആകാൻ വേണ്ടി കുറച്ചു കാലം ഒന്ന് പുറത്തു പോയി അവിടെ വർക്ക് ചെയ്തിട്ട് തിരിച്ചു നമ്മുടെ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്നുള്ളവരുണ്ട്. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? PSC എഴുതാൻ പറ്റുമോ? ഇല്ല, ഏജ് ഓവർ ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ്? നമ്മുടെ നാട്ടിൽ ഒരു ജോബ് കിട്ടി അതിന്റെ ഒരു ചെറിയ പ്രൊബേഷൻ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് LWA എന്നുള്ള ഒരു ലീവ് എടുത്ത് പോകാൻ പറ്റും. എന്താണത് LWA? അതായത് ലീവ് വിത്തൗട്ട് അലവൻസ്. അതായത് നമുക്ക് സർവീസ് ഒന്നും നഷ്ടപ്പെടില്ല, പക്ഷെ നമുക്ക് അവിടെ ലീവ് എടുക്കുന്ന സമയത്തുള്ള അലവൻസ് ഒന്നും തന്നെ കിട്ടാതെ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു 5 വർഷത്തേക്ക് ലീവ് ഒക്കെ എടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അബ്രോഡ് പോയിട്ട് തിരിച്ച് 5 വർഷം പുറത്തു പോയി വർക്ക് ചെയ്തിട്ടൊക്കെ തിരിച്ചു വരാം അല്ലെ? അപ്പൊ ഇങ്ങനെ പല ബെനിഫിറ്റ്സും നമ്മുടെ ഗവൺമെന്റ് ജോബ് കൊണ്ട് ഉണ്ട്. നമ്മുടെ ഏജ് തീരുന്നതിന് മുമ്പേ, നമ്മുടെ എലിജിബിലിറ്റി കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു ജോബ് നേടുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നമ്മുടെ ജോബ് സെക്യൂരിറ്റി. എന്താണ് ജോബ് സെക്യൂരിറ്റി? നമ്മുടെ ആരും പറഞ്ഞു വിടില്ല അല്ലെ? പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആയാൽ എന്ത് ചെയ്യും? അവർ കൊറോണ ഒക്കെ വന്ന സമയത്ത് പല ഹോസ്പിറ്റൽസിൽ നിന്ന് എന്ത് ചെയ്തു? സ്റ്റാഫ്സിനെയൊക്കെ പെട്ടെന്നൊക്കെ പറഞ്ഞു വിട്ടു അല്ലെ? നമ്മൾ അത്രയും നാള് ചില ഹോസ്പിറ്റലിൽ അത്രയും ആത്മാർത്ഥമായി പണിയെടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു പെട്ടെന്ന് ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് നമ്മുടെ ആവശ്യങ്ങളൊന്നും നോക്കാതെ തന്നെ അവർ സ്റ്റാഫ്സിനെയൊക്കെ പറഞ്ഞു വിട്ടു. അങ്ങനെയാണോ ഗവൺമെന്റ്? ഇല്ല, എത്ര തന്നെ എന്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ്സിനെ ഒന്നും പിരിച്ചൊന്നും വിടില്ല അല്ലെ? ഇതൊക്കെയാണ് നമുക്കൊരു ഗവൺമെന്റ് ജോബാണ് ഉള്ളതെങ്കിലുള്ള ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ,
പിന്നെ എന്തുകൊണ്ട് നമ്മൾ നഴ്സിംഗ് തന്നെ സെലക്ട് ചെയ്യുന്നു നമ്മൾ വേറെ PSC ടെസ്റ്റുകളൊന്നും എഴുതുന്നില്ല? കാരണം നമ്മൾ പലരും ഉണ്ട് നമ്മുടെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മുടെ LD ക്ലർക്ക് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെ എഴുതിയെടുക്കുന്നവരല്ലേ. പക്ഷെ അവിടെ സാലറി എത്ര? വളരെ കുറഞ്ഞ സാലറിയാണ്. ആകെ ഒരു 24,000-ഓ 25,000 ഒക്കെയാണ് സാലറി കിട്ടുന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്നും അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ് നമ്മൾ ഒരു PSC പാസ്സാണ്. നമ്മൾ പഠിച്ച സബ്ജക്ട്സിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലെ PSCക്ക് ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന 1 വർഷമോ 2 വർഷമോ ഒക്കെ എടുത്തായിരിക്കും അത് പഠിച്ച് ലിസ്റ്റിൽ കയറുന്നത്. അപ്പൊ അതിനേക്കാളൊക്കെ ഈസി എന്താണ്, നമ്മുടെ ഈ നഴ്സിംഗ് എക്സാം പാസ്സായി കയറുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ ഒരു LD ക്ലർക്ക് പോലുള്ള എക്സാം പാസ്സായി കിട്ടുന്ന ജോബിന് കിട്ടുന്ന സാലറിയേക്കാൾ വളരെ കൂടുതലാണ് നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ കിട്ടുന്ന സാലറി അല്ലെ. ഓക്കെ അല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ജസ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതായത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. കുറെ പേരുണ്ട്, എത്ര രൂപ സാലറി കിട്ടുന്നു, എന്തൊക്കെ എക്സാംസ് ആണ് നമ്മുടെ നഴ്സിംഗ് ഫീൽഡിൽ ഗവൺമെന്റ് നടത്തുന്നത്, PSC നടത്തുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കുറച്ച് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു തുടങ്ങാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പൊ ഞാൻ നമ്മുടെ ജോബിന്റെ ബെനിഫിറ്റ്, ഒരു ഗവൺമെന്റ് ജോബിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ എന്ത് ചെയ്യുക, ഇന്നും എനിക്കറിയാം നിങ്ങൾ കുറെ പേരൊക്കെ ആത്മാർത്ഥമായി DHSന്റെ സമയം മുതലേ പഠിച്ചു തുടങ്ങിയവരാണ്, ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമുക്ക് അടുത്ത് വരുന്ന DME എക്സാമും നന്നായിട്ട് ക്ലിയർ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് DMEയും DHSും തമ്മിലുള്ള ഡിഫറൻസ്? അതായത് DME എന്ന് പറയുമ്പോൾ എന്താണ്, DME എന്ന് പറയുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ്. അതായത് നമ്മുടെ മെഡിക്കൽ കോളേജസും പിന്നെ അതിന്റെ അസോസിയേറ്റഡ്, അതായത് മെഡിക്കൽ കോളേജുകളിലാണല്ലേ നഴ്സിംഗ് കോളേജസും നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ പഠിക്കുന്ന MBBSനൊക്കെ പഠിക്കുന്നവരൊക്കെ പഠിക്കുന്നത്. അപ്പൊ അവിടെയാണ് കോളേജസ് ഉള്ളത്. അപ്പൊ അവിടെ അതെന്താണ്, അസോസിയേറ്റഡ് ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ രണ്ടിടവുമുള്ള എല്ലാ ജോബ് വേക്കൻസീസും എല്ലാം ഫിൽ ചെയ്യുന്നത് ആരാണ്, DME ആണ് അല്ലെ. അതാണ് നമ്മൾ DME എക്സാം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ജോബ് കിട്ടുന്നത് എവിടെയായിരിക്കും, ക്ലിനിക്കൽ ഫീൽഡിലാണെങ്കിൽ മെഡിക്കൽ കോളേജസിൽ മാത്രമായിരിക്കും. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജസ് ഉണ്ട്? 8 മെഡിക്കൽ കോളേജുകളാണ് അല്ലെ ഗവൺമെന്റിന്റെ കീഴിലുള്ളത് ഓൾറെഡി. എന്നാലും നമ്മുടെ ബാക്കി എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്ന രീതിയിലുള്ള പ്രൊപ്പോസലൊക്കെ വന്നു കഴിഞ്ഞു. അതൊക്കെ ഇച്ചിരി ഒന്ന് സമയം എടുക്കുമായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അത് എന്തിന്റെ പ്രതീക്ഷയാണ്, നമുക്ക് കൂടുതൽ DMEയുടെ വേക്കൻസി വരും എന്നതിന്റെ പ്രതീക്ഷയാണ്. ഓക്കെ, അപ്പൊ ഇപ്പോ അണ്ടർ ഡെവലപ്മെന്റ് തന്നെ 2 മെഡിക്കൽ കോളേജുകൾ ഉണ്ട് പുതുതായിട്ട്. അപ്പൊ ഏകദേശം 1-2 വർഷം കൂടെയൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരവസ്ഥ വരും അല്ലെ. അപ്പൊ ഈ മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടിയുള്ള എന്ത് ചെയ്യുന്നു, മെഡിക്കൽ കോളേജസിന് വേണ്ടിയുള്ള സ്റ്റാഫ്സിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് DME എക്സാം നടക്കുക. അപ്പൊ അതിന്റെ ഡിഫറൻസ് മനസ്സിലായോ? DHS എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, മെഡിക്കൽ കോളേജസിലേക്ക് സ്റ്റാഫ് എടുക്കുന്നതല്ലേ? അല്ല. എവിടെയാണ് സ്റ്റാഫ് എടുക്കുന്നത്? പകരം അവർ സ്റ്റാഫിനെ എടുക്കുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസില്, താലൂക്ക് ഹോസ്പിറ്റൽസില്, PHSCസില്, പിന്നെ CHSCസില്, ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ചെറുതൊന്നും അല്ല. താലൂക്ക് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെ തന്നെ ബിഗ് ആയിട്ട് നല്ല വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആണല്ലേ. എന്നാലും ചെറിയ ലെവലിൽ മുതൽ ഈ ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ വരെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് സ്റ്റാഫ് എടുക്കുന്നതാണ് ആര്, റിക്രൂട്ട്മെന്റ് നടത്തുന്നതാണ് ആര്, നമ്മുടെ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത്. DMEയും DHSും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കുന്ന എക്സാം നമ്മുടെ DME എക്സാം ആണ്. നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ DHSന്റെ കഴിഞ്ഞ വർഷത്തെ മുന്നേ ഉള്ള റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഈ ജൂലൈ ആവുമ്പോൾ തീരേണ്ടതായിരുന്നു. ഇന്ന് നിങ്ങൾക്കൊരു എത്ര പേര് അറിഞ്ഞു എന്നറിയില്ല, ആ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. August 3rd വരെ, ജസ്റ്റ് ഒരു 17 ദിവസത്തെ എക്സ്റ്റൻഷൻ ആണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. അതുവരെയുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും. അത് കഴിയുമ്പോഴായിരിക്കും, August 3 കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന DHSന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ DMEയുടെ ലിസ്റ്റ്, പ്രീവിയസ്ലി എക്സാം നടന്ന 2 പ്രാവശ്യത്തെ DME എക്സാം നടന്നു അല്ലെ. ആദ്യത്തെ ലിസ്റ്റ് ഫുള്ള് ആളുകളെ, ഫസ്റ്റ് വന്ന മെറിറ്റ് ലിസ്റ്റിലുള്ള കംപ്ലീറ്റ് ആൾക്കാരെ DMEക്ക് ജോലി കിട്ടിയിരുന്നു. സെക്കൻഡ് വന്ന ലിസ്റ്റാണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. ലിസ്റ്റ് വന്നിട്ട് നമുക്ക് എപ്പോഴാണ് ക്യാൻസൽ ആവുന്നത്? ഒക്ടോബറിലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഒക്ടോബറിൽ ക്യാൻസൽ ആകുന്ന ലിസ്റ്റ് ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, പുതിയ ലിസ്റ്റ് അവിടെ ഡെവലപ്പ് ചെയ്യണം, റെഡി ആയിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഉടനെ തന്നെ DME എക്സാം എന്ത് ചെയ്യും, നോട്ടിഫിക്കേഷൻ വരും.
പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ ആ ഒരു നോട്ട് അറ്റ് പബ്ലിഷ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. നമ്മൾ ആ ഒരു പി എസ് നിന്നും ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചില്ല, അതുകൊണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് പബ്ലിഷ് ചെയ്തില്ല, അതുകൊണ്ട് മാത്രം ഞങ്ങൾ നോട്ട് അറ്റ് പബ്ലിഷ്ഡ് എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. പല ഗ്രൂപ്പുകളിലൊക്കെ ഡേറ്റ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ എന്തായാലും അഭ്യൂഹങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നൊന്നും തീരുമാനം ആയിട്ടില്ല. ഉടനെ ഉണ്ടാകും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ പക്ഷെ എന്ത് തന്നെ ആയാലും ഒക്ടോബറിന് മുന്നേ എക്സാം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തുകൊണ്ടാ? ഒക്ടോബറിൽ ലിസ്റ്റ് ക്യാൻസൽ ആകും, പഴയ ലിസ്റ്റ് ക്യാൻസൽ ആകും. സോ ആ സമയത്ത് എന്ത് ചെയ്യണം? ഉടനെ പുതിയ ലിസ്റ്റ് റെഡി ആയിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉടനെ DME-ന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ DHS-ന് പഠിച്ച അതേ സ്പിരിറ്റിൽ തന്നെ ഒരു ബ്രേക്ക് വരാതെ, ഒരു ഇടയ്ക്ക് കുറച്ചു കാലം പഠിക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകാനും ഒരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ബ്രേക്ക് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ ബാച്ചിലുള്ളവരായാലും നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്തവരായാലും അല്ലാതെയുള്ള ആൾക്കാരായാലും ആര് തന്നെയായാലും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അതേ സ്പിരിറ്റിൽ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ഡെപ്ത് ആയിട്ട് നന്നായിട്ട് തുടർന്നും പഠിക്കുക. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? DME ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ DME എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പലരും ഡൗട്ട് ചോദിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലെല്ലാം ഇതൊക്കെ പറയുന്നത്. ഓക്കെ, എന്താണ് ക്വാളിഫിക്കേഷൻ? ആർക്കാണ് എക്സാം ഈ DME സ്റ്റാഫ് നഴ്സ് എക്സാം എഴുതാൻ പറ്റുന്നത്? അതായത് GNM ക്വാളിഫിക്കേഷൻ, ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് ആണ്. പിന്നെ BSc പഠിച്ചവർക്കും എഴുതാം, MSc പഠിച്ചവർക്കും എഴുതാം. പിന്നെ +2 സയൻസ് പഠിച്ചവരായിരിക്കണം എന്നാണ് ഇപ്പോഴത്തെ അറിവ്. ഇനി ചില അറിവുകൾ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് +2 സയൻസ് കമ്പൽസറി അല്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും കൊമേഴ്സ് പഠിച്ചവർക്കും സയൻസ് അല്ലാത്തവർക്കും ഒക്കെ എന്ത് ചെയ്യാം? DME എഴുതാം. അതിനുശേഷം GNM-ഓ BSc-യോ MSc ഒക്കെ എടുത്ത് ഏതെങ്കിലും ഒരു നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കൺഫേം ആയിട്ടില്ല. എന്താ, നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്കത് തീർച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ആ ഡൗട്ട് മാറിയില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഡൗട്ട്സുകൾ ഉള്ളതൊക്കെ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഇതിൽ ഞാൻ പറയുന്നതിന് പുറമെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്മിന്റെ നമ്പർ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അഡ്മിൻ ആ നമ്പറിലോട്ട് വാട്സപ്പ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഏജിനെ കുറിച്ചാണ്. ഏതൊക്കെ ഏജിലുള്ള ഓരോ കാറ്റഗറിയിലും എത്ര വയസ്സുള്ളവർക്ക് DME-ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മുടെ DHS പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇയേഴ്സ് നോക്കിക്കോളൂ. ജനറൽ കാൻഡിഡേറ്റ്സ്. എന്താണ് ജനറൽ കാൻഡിഡേറ്റ്സ്? അതായത് ഒരു റിസർവേഷനും ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെ. സത്യത്തിൽ ഞങ്ങൾ പാവപ്പെട്ടവരാണ്, പക്ഷെ എന്ത് ചെയ്യില്ല, ഒരു റിസർവേഷനും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ജനറൽ കാൻഡിഡേറ്റ്സ്. അവർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം? 36 ഇയേഴ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ 36 ഇയേഴ്സ് ആയോ എന്ന് നോക്കുന്നത്? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണോ? അല്ല. അതായത് ഓരോ വർഷത്തിൽ ജനുവരി 2-ാം തീയതി അനുസരിച്ചിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത്. ജനുവരി 2-ാം തീയതി 36 വയസ്സായി അന്നോ അതിനു മുന്നെയോ ആയവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 36 വയസ്സ് അന്ന് ആയവർക്ക് വരെ എഴുതാം. അത് കഴിഞ്ഞതാണെങ്കിൽ എഴുതാൻ പറ്റില്ല. അതായത് ഇപ്പൊ മെയ്യിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിലും ഈ ജനുവരി 2-ാം തീയതി 36 വയസ്സായോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കണം 36 വയസ്സ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോൺ ബിറ്റ്വീൻ 2/1/1985 ആൻഡ് 1/1/2003. അതായത് 1985 ജനുവരി 2-ാം തീയതി 36 വയസ്സ്. അതിനുള്ളിൽ 36 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റില്ല. 36 വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ OBC എന്ന് പറയുമ്പോൾ എന്താണ്? 3 വർഷത്തെ റിലാക്സേഷൻ ആണ് അവർക്കുള്ളത്. അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് 36 വയസ്സ് വരെ എഴുതുമ്പോൾ OBC കാൻഡിഡേറ്റ്സിന് എത്ര വയസ്സ് വരെ എഴുതാം? 39 വയസ്സ് വരെ എഴുതാം. ഏത് വർഷം മുതലാണ്? അതായത് 1982 മുതൽ ജനിച്ചവർക്ക് അവിടെ എക്സാം എഴുതാം. ഓക്കെ, ജനുവരി 2-ാം തീയതി അനുസരിച്ചാണ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുന്നത്, നമ്മുടെ ഡേറ്റ് അല്ല. ഈ രണ്ട് ഡേറ്റുകൾക്കും ഇടയിൽ ജനിച്ച വ്യക്തികൾക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ചിലരൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന വർഷം ജനിച്ചതാണ്, എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇന്നതാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊക്കെ പറഞ്ഞ് ഗ്രൂപ്പിൽ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അതായത് പഠിച്ച് പകുതിയാവുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണല്ലോ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ക്ലിയർ ആക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അത് കൺഫേം ചെയ്തതിനു ശേഷം നന്നായിട്ട് പഠിച്ചു തുടങ്ങും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ SC ST കാൻഡിഡേറ്റ്സ് ആണ്. എത്ര വയസ്സ് വരെ എഴുതാം? 41 വയസ്സ് വരെ നമ്മുടെ PSC എക്സാംസ് എഴുതാം. ഓക്കെ, 1980 മുതൽ 2003 വരെ ഉള്ളവർക്ക്, അതിനുള്ളിൽ ജനിച്ചവർക്ക് എന്തെഴുതാം? 41 വയസ്സിനുള്ളിലുള്ള ആൾക്കാർക്ക്
നമ്മുടെ DME എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഇനി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? DHS എക്സാംസിനും മുന്നേ തന്നെ 1-2 എക്സാമിന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞതാണ് എന്ത്, നഴ്സിംഗ് എക്സാംസ് അതായത് സ്റ്റാഫ് നഴ്സ് എക്സാംസിന് റീസണിങ്ങോ മാത്സോ മലയാളമോ ഇംഗ്ലീഷോ എന്താ ഇതൊന്നും തന്നെ GKയോ ഒന്നും തന്നെ ചോദിക്കില്ല ഇനി മുതൽ എന്ന് അറിഞ്ഞതാണ്. എന്നിട്ടും നമ്മുടെ DHSന്റെ എക്സാമിന്റെ അവസാന ദിവസത്തിൽ ഗ്രൂപ്പിൽ ചോദിച്ചവരുണ്ട്, എന്താണ് നമ്മുടെ GK വരില്ലേ മാഡം എന്നും പറഞ്ഞ് ചോദിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നഴ്സിംഗ് സബ്ജക്ട്സ് മാത്രം നമ്മളിനി പഠിച്ചാൽ മതി. അതായത് നമ്മൾ 4 വർഷം BSc ആണെങ്കിൽ 4 വർഷം നമ്മൾ എന്തൊക്കെ പഠിച്ചു, GNM ആണെങ്കിൽ റിസർച്ച് മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ഒക്കെ പഠിക്കാത്തവരുണ്ട്. അവരും ഒന്ന് ഓർത്തിരിക്കുക, BSc സിലബസ് ആണ് നമ്മുടെ DME എക്സാമിന് DHS എക്സാംസിന്റെ സിലബസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ BSc നഴ്സിംഗിന് നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ 4th ഇയർ വരെ പഠിക്കുന്ന കംപ്ലീറ്റ് സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം. ബേസിക് സബ്ജക്ട്സ് എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കരുത്. അതായത് ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്ട്സ് നമ്മൾ അത്രയും ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട എന്നൊക്കെ വിചാരമുള്ളവരുണ്ട്. അങ്ങനെയൊന്നും ഇരിക്കരുത്. നഴ്സിംഗ് സബ്ജക്ട്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. കഴിഞ്ഞ DHSന്റെ എക്സാം നിങ്ങൾ എഴുതിയവർക്ക് അറിയാമായിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ബേസിക്സ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ നിന്ന് വന്നത്. അതുപോലെ തന്നെ GNM ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ റിസർച്ച് മാനേജ്മെന്റിൽ നിന്നും ക്വസ്റ്റ്യൻ വരില്ല എന്ന് പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുകയും പലരും അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുകയും ചെയ്തു. പക്ഷേ 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 3 ടോപ്പിക്സിൽ റിസർച്ച് മാനേജ്മെന്റ് എഡ്യൂക്കേഷനിൽ നിന്നും വന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കാതെ പോയവർക്ക് വളരെ ടഫായിരുന്നു എക്സാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ, നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ വേണം. നഴ്സിംഗിന്റെ സബ്ജക്ട്സ് മാത്രമേ പഠിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം പഠിച്ചവരാണ്, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും. അടുത്ത വർഷം തന്നെ നിങ്ങൾക്ക് ഒരു ജോബും ഗവൺമെന്റ് ജോബും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സിലബസിനെ കുറിച്ച് ഡൗട്ട് വേണ്ട. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ സിലബസ് നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ, അതായത് നമുക്ക് ഇനി പഠിക്കാൻ ടൈം ഉണ്ട് DME എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ആദ്യമേ തന്നെ എൻ്റെ ഒരു അഡ്വൈസ് ആണ് നിങ്ങൾ എല്ലാവരും, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളോട് എല്ലാവരോടുമുള്ള, അതായത് നമ്മുടെ ബാച്ചിൽ ചേരുന്ന, നമ്മുടെ കോഴ്സിൽ ചേരുന്ന ആളായാലും അല്ലാത്ത ഒരാളായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ തീരുമാനിച്ചത്, അതായത് എക്സാം എന്തെങ്കിലും ഒരു മീൻസ് നഴ്സിംഗിന്റെ ഒരു ഗവൺമെന്റ് ജോബ് എനിക്ക് വേണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് ആദ്യം ഹാർഡ് കോപ്പി കയ്യിൽ പ്രിന്റ് എടുക്കുക. ഒരു സെറോക്സ് കോപ്പി എന്തെങ്കിലും ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കുക. ജസ്റ്റ് 10-200 പേജ് ഉണ്ട്, പക്ഷെ ഒരു 100 രൂപയ്ക്കകത്ത് നിങ്ങൾ ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കയ്യിൽ എടുത്ത് വെക്കാം. അതിൽ ഓരോ ടോപ്പിക്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നതാണ് അത്യാവശ്യം. നമുക്ക് പണ്ടൊക്കെ എക്സാമിന് നഴ്സസിന്റെ എക്സാംസ് ആയാലും ഏത് എക്സാംസ് ആയാലും നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട് അല്ലെ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് മാത്രം അല്ലെങ്കിൽ ആ ഒരു പോർഷൻസ് മാത്രം, ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോയി എക്സാം ആണ്. പക്ഷെ ഇനി അത് നടക്കില്ല. നമ്മൾ ഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് സിലബസും പഠിച്ച് തന്നെ എക്സാംസിന് പോകണം. ഓക്കെ, അപ്പൊ എല്ലാ നഴ്സിംഗ് സബ്ജക്ട്സും നമ്മുടെ സിലബസിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു DME എക്സാമിന്. ക്ലിയർ ആയില്ലേ? DME എക്സാം എന്താണെന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അത്യാവശ്യം മനസ്സിലായില്ലേ? ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അഡ്മിന്റെ നമ്പറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. ഓക്കെ ഓക്കെ ഇനി നമ്മുടെ DMEയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. DMEയുടെ ലിസ്റ്റിനെ കുറിച്ച് കേട്ടോ. എന്താണ് DME എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത്. എന്താണ് അതിന്റെ ബെനിഫിറ്റ്? മെഡിക്കൽ കോളേജുകളിൽ മാത്രം കിട്ടുന്നതിൽ, അതായത് നമ്മൾ താൽക്കാലികമായിട്ടായാലും ഒരു ചെറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജുകളിലും വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, എന്താ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് അല്ലെ. നമ്മുടെ സാധാരണയുള്ള കുഞ്ഞ് ഹെൽത്ത് സർവീസ് ഹോസ്പിറ്റൽസിനേക്കാളും നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ കിട്ടുന്നത്. അത് പോയിട്ട് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ലിസ്റ്റ് വെച്ചിട്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അതായത് DHSന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മുടെ DHSന്റെ സ്റ്റാഫ് നഴ്സിന്റെ എക്സാമിന്റെ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിനും, തിരുവനന്തപുരത്തിന് ഒരു ലിസ്റ്റ്, കൊല്ലത്തിന് ഒരു ലിസ്റ്റ്, അങ്ങനെ 14 ഡിസ്ട്രിക്ട്സിനും എന്തുണ്ട്? ഓരോ മെറിറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലെ. അതായത് ഓരോ ജില്ലക്കനുസരിച്ചാണ് അവിടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പക്ഷെ DMEക്ക് ആകുമ്പോൾ എന്താണ്? കേരളം ഫുൾ ആയിട്ട് ഒരു ലിസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്, സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിഞ്ഞുകൂടാത്തവരൊന്ന് ശ്രദ്ധിക്കുക. DHSലെ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തവർക്ക് ലിസ്റ്റ് പ്രകാരം കിടക്കുന്ന ഓർഡറിലേ അവർ വിളിക്കുകയുള്ളൂ അല്ലെ. അതിലൊരു തെറ്റും ഒന്നും വരില്ല, ചേഞ്ചസ് ഒന്നും വരില്ല, ലിസ്റ്റിനനുസരിച്ചിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ കൊല്ലത്ത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എക്സാം എഴുതിയ ഒരാൾക്ക് കൊല്ലത്ത് പോയി ജോലിക്ക് കയറാൻ പറ്റുമോ?
ഇല്ല, അങ്ങനെ ജോബ് കിട്ടില്ല. തിരുവനന്തപുരത്ത് വേക്കൻസി വരുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അതാണ് DHSന്റെ പ്രത്യേകത. ഏത് ജില്ലയാണോ നിങ്ങൾ എക്സാം എഴുതിയത് അവിടെ വേക്കൻസി വന്നാൽ മാത്രമേ നമുക്ക് ജോബ് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഹോസ്പിറ്റൽസ് കൂടുതൽ ഉള്ള സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ വേക്കൻസി വരും. എന്നാൽ കുറച്ച് ഹോസ്പിറ്റൽസ് മാത്രമുള്ളിടത്ത് എന്ത് ചെയ്യും, അവിടെ എക്സാം എഴുതിയവർക്ക് നമ്മൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ DME എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കേരളം ഫുൾ ആയിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഏത് മെഡിക്കൽ കോളേജിന്റെ വേക്കൻസി വന്നു കഴിഞ്ഞാലും ലിസ്റ്റ് പ്രകാരം ആൾക്കാർക്ക് ജോബ് കിട്ടിക്കൊണ്ട് ഇരിക്കും. പെട്ടെന്ന് തന്നെ ജോലി അപ്പോയിന്റ്മെന്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അത് എന്താണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്? DMEക്ക് DHS ഇമ്പോർട്ടന്റ് ആണ്. DHS ഒരു ഗവൺമെന്റ് ജോബ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആണ്, DHS ആയാലും DME ആയാലും. പക്ഷെ DHS ചാൻസ് ഉള്ളവർക്കും അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനു പഠിക്കണം, DMEക്ക് പഠിക്കണം. കൂടുതൽ ബെനിഫിറ്റ്സ് ആൻഡ് പ്ലസ് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് പഠിക്കാനല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ഫറിന്റെ കാര്യമാണ്. നിങ്ങൾ ഒരു DHS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അതായത് വേറൊരു ജില്ലയിൽ, നിങ്ങളിപ്പോ നിങ്ങളുടെ വീട് എറണാകുളത്താണ്, പക്ഷെ നിങ്ങൾക്ക് ജോബ് കിട്ടിയത് എവിടെയായിരുന്നു, DHSന് അപ്ലൈ ചെയ്തതും എഴുതിയ ജോലി കിട്ടാനുള്ള എളുപ്പ സാധ്യത നോക്കി നിങ്ങൾ എന്ത് ചെയ്തു, വയനാടോ അല്ലെങ്കിൽ കോഴിക്കോടോ എവിടെയെങ്കിലും ജോലി കിട്ടി. അവിടെ നിന്ന് നിങ്ങളുടെ സ്ഥലത്തോട്ട്, അതായത് നിങ്ങളുടെ എറണാകുളം എന്നുള്ള സ്ഥലത്തോട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ, നിങ്ങൾ ജോബിന് കയറി, അതായത് സർവീസ് നഷ്ടപ്പെടാതെ ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ 10 വർഷമെങ്കിലും കഴിയണം. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഗ്രേഡ് 2 നിന്നും ഗ്രേഡ് 1 ആയിട്ട് പ്രൊമോഷൻ ആകും. പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, സർവീസ് നഷ്ടപ്പെടാതെ നമുക്ക് ട്രാൻസ്ഫർ കിട്ടുള്ളൂ. ഓക്കെ, എന്നാൽ സർവീസ് നഷ്ടപ്പെടുത്തി ട്രാൻസ്ഫർ കിട്ടണമെങ്കിൽ അത് കിട്ടുമോ പെട്ടെന്ന്? ഇല്ല, അതും കിട്ടണമെങ്കിൽ ഒരു 5 വർഷമെങ്കിലും കഴിയണം. അത്രയും നമ്മൾ നാളെ എന്ത് ചെയ്യണം, നമ്മൾക്ക് എവിടെയാണോ ജോലി കിട്ടുന്നത് അവിടെ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ DMEയിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ എന്താ ബെനിഫിറ്റ്? DME ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ജോലി, ഇപ്പൊ സപ്പോസ് വേറൊരു ജില്ലയിലാണ് ജോലി കിട്ടിയെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ഇപ്പൊ എന്നെ വെച്ച് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് എനിക്ക് ജോലി കിട്ടിയില്ല, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത്. പക്ഷെ അതിന്റെ പിറ്റേ ദിവസമായാലും ലിസ്റ്റ് പ്രകാരം, ഓർഡർ പ്രകാരം നമ്മുടെ ട്രിവാൻഡ്രത്ത് വേക്കൻസി വന്നാൽ എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി എന്ത് ചെയ്യാം, സർവീസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ജോയിൻ ചെയ്യാം, ട്രിവാൻഡ്രത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്ഫർ, ഈസി ട്രാൻസ്ഫർ ആണ്. മെഡിക്കൽ കോളേജ് ടു മെഡിക്കൽ കോളേജ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫറിന് ചാൻസ് ഉണ്ട്. അതായത് വേക്കൻസി ഉണ്ടെങ്കിൽ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് അവിടെ ട്രാൻസ്ഫറിന് ശ്രമിക്കാം. അതാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി എന്താ അറിയേണ്ടത്? ഇനി പിന്നെ മെഡിക്കൽ കോളേജിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ തന്നെ അണ്ടർ കൺസ്ട്രക്ഷൻ 2 ഡിസ്ട്രിക്റ്റിലുണ്ട്. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് വരും. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാം, മുന്നേ എങ്ങനെയായിരുന്നു എക്സാം നടന്നിരുന്നത്? DMO എന്നുള്ള ഒരു കോമൺ നെയിമിലായിരുന്നു അല്ലെ നമ്മുടെ എക്സാം നടന്നിരുന്നത്. എല്ലാ എക്സാംസും മെഡിക്കൽ കോളേജുകളിലേക്കും അല്ലാതെയുള്ള ഹെൽത്ത് സർവീസ് ഹോസ്പിറ്റലിലേക്കും എല്ലായിടത്തും സ്റ്റാഫിനെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടാണ് DME സെപ്പറേറ്റ്, DHS പ്രത്യേകിച്ച് നടക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലിസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, മുന്നേ നടന്ന എക്സാമിനായിട്ട് കേട്ടോ. അപ്പൊ ഇപ്പോഴുള്ളതല്ല, അതിന് മുന്നേ നടന്ന എക്സാമിന്റെ ഫസ്റ്റ് DME ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 2076 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. ആ 2076 പേർക്കും ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് കിട്ടി. ഓക്കെ, അത്രയും വേക്കൻസി വന്നു, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് വിളിച്ചു. പക്ഷെ അതായത് DHSന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ വേക്കൻസി DMEന് വരുന്നുണ്ട് എന്നർത്ഥം. ഇപ്പൊ നമ്മൾ കറന്റ്ലി ഉള്ള DME ലിസ്റ്റ്, അതായത് ഒക്ടോബറിൽ വാലിഡിറ്റി കഴിയുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റിൽ നിന്ന് തന്നെ 1054 പേർക്ക്, അതായത് ഇന്ന് വരെയുള്ള നിയമനമാണ് ഞാൻ പറയുന്നത്, 1054ാമത്തെ റാങ്ക് വരെയുള്ള കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്തു, ജോബ് കിട്ടിക്കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടെ ചാൻസ് ഉണ്ട്. ഒക്ടോബർ 31 വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ കുറച്ച് കാൻഡിഡേറ്റ്സിന് കൂടെ നിയമനം കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് DME ആണ് ഈ അടുത്ത് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് ആണ് നമ്മുടെ DMEക്ക് ഉള്ളത്. എന്താണ്? അതായത് MSc ക്വാളിഫൈഡ്, MSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരുണ്ട് അല്ലെ, DME ലിസ്റ്റിൽ കയറി പറ്റും ജോലിക്ക് കയറുന്ന ആൾക്കാർ, അവർക്കുള്ള ഒരു പ്രത്യേക ബെനിഫിറ്റ് ആണ്. എന്താണ്? അതായത് MSc നഴ്സിംഗ് പഠിക്കുന്നത് തന്നെ നമുക്ക് നമ്മുടെ ക്ലിനിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാതെ പ്രൊഫസറായിട്ട്, അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട്, അതായത് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MSc നഴ്സിംഗ് ഒക്കെ പഠിക്കുന്നത് അല്ലെ. അങ്ങനെ താല്പര്യമുള്ളവർക്ക് DMEയിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് അറ്റൻഡ് ചെയ്യാനും, എക്സാം അറ്റൻഡ് ചെയ്ത് ലിസ്റ്റിൽ കയറി പറ്റിയാൽ
ഈ DME അല്ലാതെ പുറമെ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്യുന്നതിനൊപ്പം, അതായത് 1:1 റേഷ്യോ ആണ്. അതായത് പുറമെ നിന്ന് ഒരാള് അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ അടുത്ത ഒരാൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ DME സർവീസിൽ നിന്നുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും. അതായത് 1:1 റേഷ്യോയിലാണ് അവിടെ നിയമനം നടക്കുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പൊ പുറത്തുനിന്ന് വെച്ചാൽ എന്താണ്, എക്സാം എഴുതി ലിസ്റ്റിൽ വന്നത് DME ജോലിയുള്ള ഒരാളും അല്ലാതെ ഉള്ള ഒരാളും, സർവീസ് കോട്ടയിൽ നിന്ന് ഒരാളെ എടുക്കുമ്പോൾ പുറത്തു നിന്ന് എക്സാം എഴുതി ലിസ്റ്റിൽ വന്ന ഒരാളെ എടുക്കും. അങ്ങനെ 1:1 റേഷ്യോയിലാണ് അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് DME ഇപ്പൊ MSc നഴ്സിംഗ് പഠിച്ച ആൾക്കാരാണെങ്കിൽ അവർക്ക് ടീച്ചിങ് ഫീൽഡിനോട് താല്പര്യമുണ്ടെങ്കിൽ DME ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, DME ലിസ്റ്റിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊരു മറ്റൊരു പ്ലസ് പോയിന്റ് ആണ്. ക്ലിയർ അല്ലേ? DME DHS തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റിൽ ഇടുക, അല്ലെങ്കിൽ അഡ്മിനോട് മെസ്സേജ് ഇട്ട് ചോദിക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ ഒരു ജസ്റ്റ് DME എഴുതുന്നതിന് മുന്നേ ഒരു ഇൻഫർമേഷൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണേ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാൻ, എന്നാലും സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ തോന്നുക, കുറെ ചുമ്മാ പറഞ്ഞു പോകുന്ന, ചുമ്മാ വെറുതെ എന്തൊക്കെ സംസാരിക്കുന്നു തോന്നും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് ചിന്തിച്ച് കേൾക്കുക. ഓക്കെ, അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, ആദ്യം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ ബെനിഫിറ്റ് നമുക്കുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമ്മളത് പഠിച്ച് ആ ഒരു സ്ഥാനത്ത് എത്തിപ്പറ്റാൻ, അല്ലെ? അപ്പൊ നമ്മുടെ നഴ്സിംഗ് കോച്ചിങ് പ്ലാനിനെ കുറിച്ചാണ്, നഴ്സിംഗ് ലൈവിന്റെ നമ്മുടെ DME കോച്ചിങ് പ്ലാനിനെ കുറിച്ചാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങളോട്, അതായത് നമ്മുടെ നഴ്സിംഗ് ലൈവിന്റെ ക്ലാസ്സുകൾ ഇതുവരെയും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നഴ്സിംഗ് ലൈവ് എന്ന് പറയുന്നത് ഒരു പുതിയ സംരംഭമായിരുന്നു നമ്മുടെ DHSന്റെ പ്രിപ്പറേഷൻ ടൈമിൽ. ഓക്കെ, അതായത് ആദ്യമായിട്ട് നഴ്സിംഗ് ടീമിന് ഒരുപാട് നാളായിട്ട് ഞങ്ങൾ സ്റ്റുഡൻസിനൊക്കെ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുകയും എക്സാംസ് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻസിലൊക്കെ എന്താ ഗ്രൂപ്പിലൂടെ ഒക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും അവരുടെയൊക്കെ റിക്വസ്റ്റ് പ്രകാരമാണ് ഒരു ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തത്, ഫ്രീ യൂട്യൂബിലൂടെ സ്റ്റാർട്ട് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ ആയപ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്തു, കുട്ടികൾ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി ക്ലാസ്സുകൾ. അതായത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് അല്ലാതെ ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് നല്ല കംപ്ലീറ്റ് സിലബസിന്റെ ക്ലാസ് ഞങ്ങൾക്ക് തരണം എന്ന് ഒരുപാട് പേര് ചോദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. 2.5 മാസത്തെ ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക്. ക്രാഷ് കോഴ്സ് സമയമാണ് 2.5 മാസമാണ് നമുക്ക് ആകെ. നിങ്ങൾ പലരും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും 1 വർഷമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, 6 മാസമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തന്നെ, അതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടുതൽ തന്നെ സിലബസും വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഞങ്ങൾക്ക് ഈ 2.5 മാസത്തിനുള്ളിൽ ഈ കുട്ടികൾക്ക്, ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ഞങ്ങൾ ജസ്റ്റ് സ്വയം പുകഴ്ത്തുന്നല്ല, നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസക്കുറവുള്ളവര് നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത കുട്ടികളോട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോ വളരെ നല്ല റിവ്യൂസ് ആണ്. എക്സാം കഴിഞ്ഞിട്ടും അവർ തന്ന റിവ്യൂസ്, അതായത് ടഫ് ആയിരുന്നു എക്സാം, നമ്മൾ പ്രതീക്ഷിച്ച ലെവലൊന്നും അല്ലായിരുന്നു എക്സാം. എത്ര ഇന്റൻസീവ് കോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ അല്ലായിരുന്നു എക്സാം. കുട്ടികളൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പെട്ടെന്ന് ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ടെൻഷനായി പോയി. പക്ഷെ എന്നാലും ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം നല്ല സ്കോർ ഉണ്ട്. ഞങ്ങൾ അത് തെളിവ് ഉൾപ്പെടെ, അതായത് ഇത്ര കുട്ടികൾക്ക് ഇത്ര സ്കോർ ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴേ പറയുന്നില്ല. അതായത് ഓരോരുത്തരും ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തതിലൊക്കെ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ തെളിവ് ഉൾപ്പെടെ എന്ത് ചെയ്യും, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിന്ന് എത്ര കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ യൂട്യൂബിലും അറിയിക്കുന്നതാണ്, യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ DMEയുടെ കോച്ചിങ്ങിനെ കുറിച്ചാണ്. DHS വളരെ ആകെ ഉണ്ടായിരുന്ന ഒരു ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞത്, നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് ഡിമെറിറ്റ് പറഞ്ഞത് വളരെ താമസിച്ചു പോയി തുടങ്ങാൻ. അതായത് ടോപ്പിക്സ് ഒക്കെ നേരത്തെ തന്നെ ഞങ്ങൾ പഠിച്ചിരുന്നുവെങ്കിൽ കുറെ കൂടെ നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള ടൈം കിട്ടുമായിരുന്നു എന്നുള്ള ഒരു ഡിമെറിറ്റ് ആണ് ആകെ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു ഡിമെറിറ്റ്, ആ ഒരു നെഗറ്റീവ് പോയിന്റ് ഞങ്ങൾ എന്തായാലും കറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ DHSന്റെ ലോങ് ടേം കോഴ്സ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ February 16 നമ്മുടെ ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, February 16 ഡേറ്റ് ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ February 16 എന്ന് പറയുമ്പോൾ നമ്മുടെ DMEയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കോച്ചിങ് നിർത്തുമോ എന്നുള്ള ഡൗട്ട്സ് ഒന്നും വേണ്ട. February 16 തുടങ്ങി എന്നാണോ നെക്സ്റ്റ് DME സ്റ്റാഫ് എക്സാം നടക്കുന്നത് അന്ന് വരെയും ഞങ്ങൾ കണ്ടിന്യൂസ് ഇന്റൻസീവ് ആയിട്ടുള്ള, നാളെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള, നമ്മുടെ ക്രാഷ് കോഴ്സിന് കൊടുത്തതിനേക്കാൾ കുറെ കൂടെ ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, ഒരു കോച്ചിങ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്.
ഓക്കെ, വെറും വാചകങ്ങൾ ഞങ്ങൾ എന്തായാലും നഴ്സിംഗ് ലെവലിൽ പറയാറില്ല എന്നുള്ളത് ഓൾറെഡി നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങളുടെ നഴ്സിംഗ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ അന്ന് മുതൽ നമ്മുടെ ലാസ്റ്റ് ഇയർ നവംബർ 1 നമ്മുടെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. അന്ന് മുതൽ നമ്മുടെ ജാനുവരി 29 വരെ 29 നൈറ്റ് വരെയും ഞങ്ങൾ എന്തുണ്ടായിരുന്നു, നിങ്ങളുടെ കൂടെ എല്ലാം പഠിക്കാനുള്ള മെറ്റീരിയൽസും ഡൗട്ട് ക്ലിയറൻസിനും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ഒരു ഫലം ഞങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് റിസൾട്ടിലും ഉണ്ടാകും. ഓക്കെ, അപ്പൊ പിന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് നമ്മൾ സിലബസ് അനുസരിച്ച് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ കോച്ചിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓഫ്ലൈൻ ഇല്ല ഞങ്ങളില്. അതായത് ഓഫ്ലൈനിനേക്കാളും ബെനിഫിറ്റ് ഓൺലൈൻ ആണ് എന്ന് തിരിച്ചറിഞ്ഞതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ തന്നെ തുടരാൻ തീരുമാനിച്ചത്. ഓക്കെ, നമ്മുടെ സൂം ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. സൂം ആപ്ലിക്കേഷൻ വഴിയാണ് ഞങ്ങൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നഴ്സിംഗ് ലൈവിന്റെ തന്നെ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷന്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറഞ്ഞു തരാം. നമ്മുടെ നഴ്സിംഗ് ലൈവിന്റെ ആപ്ലിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, നമ്മുടെ ഫ്രീ യൂട്യൂബ് ചാനലിലുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും മോഡൽ ടെസ്റ്റുകളും ട്യൂട്ടേഴ്സ് ഡെസ്കിൽ നിന്നുള്ള ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് ഈ നഴ്സിംഗ് ലൈവിന്റെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന. അതിപ്പോ ഈ നഴ്സിംഗ് ലൈവിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഒരു സെറ്റ് ഉണ്ടെങ്കിൽ, ഒരു ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പെയ്ഡ് മെമ്പേഴ്സ് മീൻസ് ലോങ് ടേം കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി പാക്കേജ്, കുറച്ചുകൂടി ബെനിഫിറ്റ് അതിൽ കിട്ടും. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ കിട്ടുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയുന്നത് നമ്മൾ ക്ലാസ് എങ്ങനെയായിരിക്കുമെന്ന് പറയാം. ഓരോ ടോപ്പിക്സും കഴിഞ്ഞു കഴിയുമ്പോൾ ആ ടോപ്പിക്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ട്യൂട്ടേഴ്സ് ഡെസ്ക് എന്നുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് നമ്മുടെ നഴ്സിംഗ് ലൈവിൽ. അതിനുള്ളിൽ അന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ക്വസ്റ്റ്യൻസ് വരും. നിങ്ങൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് അതിലുള്ള എന്ത് ഡൗട്ട്സുകളായാലും നിങ്ങൾക്ക് അതാത് അധ്യാപകരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് ഈ കോച്ചിങ് പ്ലാനിൽ കിട്ടുന്നത്, നമ്മുടെ ഈ ഓൺലൈൻ കോച്ചിങ്ങിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ നേരത്തെ തന്നെ, അതായത് നമ്മുടെ ഇപ്പോഴേ ഫെബ്രുവരി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് പോർഷൻസ് നേരത്തെ തന്നെ തീർക്കുക. അതായത് കംപ്ലീറ്റ് തീർക്കുക എന്ന് പറയുമ്പോൾ ഓടിച്ചിട്ട് തീർക്കുക എന്നല്ല. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോയിന്റ്സ് ഒന്നും നഷ്ടപ്പെടുത്താതെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ക്ലാസ്സുകൾ എടുക്കുക. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസ്സുകൾ എടുത്ത് തീർക്കുക. അതിനുശേഷം നമ്മുടെ ക്രാഷ് കോഴ്സിന് 1 മന്തിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ആണ് നടത്തിയത്. അതായത് ജാനുവരി 1 മുതൽ ജാനുവരി 29 വരെ ആയിരുന്നു മൾട്ടിപ്പിൾ MCQ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോ നമ്മുടെ DMEക്ക് 2 മന്ത് ആക്കി മാറ്റുകയാണ്. 2 മാസം നേരത്തെ തന്നെ സിലബസ് തീർത്തിട്ട് 2 മാസം കംപ്ലീറ്റ് നമ്മുടെ MCQ ഡിസ്കഷൻ വിത്ത് റാഷണൽ, അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ഇല്ലാത്ത ഒരു അഡീഷണൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ ആണ്. അതായത് ക്രാഷ് കോഴ്സിൽ ഞങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് ഹാർഡ് കോപ്പി ഒന്നും നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല, പ്രിന്റഡ് മെറ്റീരിയൽസ് ഒന്നും തരാൻ പറ്റിയില്ല. എന്തായാലും അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ. നമ്മൾ എന്തായാലും അത് കുറച്ച് ദിവസം, അതായത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. പിന്നെ എക്സാംസ് എങ്ങനെ, അതായത് പഠിക്കുന്ന സമയത്തുള്ള റിവിഷൻസ് ക്ലാസ്സുകളും എക്സാംസ് എങ്ങനെയായിരിക്കും, അത് ഓരോ മാസവും മന്ത്ലി 8 മിനി ടെസ്റ്റുകൾ, 8 ചെറിയ ടെസ്റ്റുകളും 2 ഗ്രാൻഡ് ടെസ്റ്റ് പറയുമ്പോൾ എന്താണ്, നമ്മുടെ PSC ലെവൽ, PSCക്ക് ചോദിക്കുന്നത് പോലെ 100 ക്വസ്റ്റ്യൻസിന് ടൈം വെച്ച് തന്നെയാണ് നമ്മൾ ഓരോ ടെസ്റ്റുകളും ആപ്ലിക്കേഷനിൽ നടത്തുന്നത്. 2 ഗ്രാൻഡ് ടെസ്റ്റും 8 മിനി ടെസ്റ്റുകളാണ് നമ്മുടെ നഴ്സിംഗ് ലൈവ് ആപ്ലിക്കേഷനിൽ മന്ത്ലി നിങ്ങൾക്ക് കിട്ടുക. അതായത് നമ്മുടെ കോച്ചിങ് പ്ലാനിൽ ജോയിൻ ചെയ്യുന്നത്. അല്ലാത്തവർക്കും കുറെ ടെസ്റ്റുകൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നഴ്സിംഗ് ലൈവിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ഓൾറെഡി നമ്മുടെ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എന്താ, ലൈവ് ആയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. എനിക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കുട്ടികള് ആളുകളുണ്ട്, ജോബിനൊക്കെ ക്ലിനിക്കൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൺവീനിയന്റ് ആയിട്ട് എന്ത് ചെയ്യാം ഉള്ള ഒരു ഫെസിലിറ്റിയാണ്, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ക്ലാസിന്റെ റെക്കോർഡഡ് ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഉപയോഗിച്ച് അന്ന് മുതൽ
എക്സാമിന്റെ അന്ന് വരെയും നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിനാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ലേറ്റ് ആയി എത്തുകയോ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരികയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നഷ്ടപ്പെട്ടു അല്ലെ, പിന്നെ നമുക്കത് കിട്ടുമോ? അല്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്തില്ല എങ്കിലും റെക്കോർഡഡ് ക്ലാസിന്റെ ലിങ്ക് പിറ്റേ ദിവസം തന്നെ കിട്ടുകയാണ്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് അത് കേട്ട് പഠിക്കാവുന്നതാണ്. ഡൗട്ട്സ് ടീച്ചേഴ്സിനോട് ചോദിക്കാവുന്നതുമാണ്. നേരെ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഈ കോച്ചിങ് പ്ലാനിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫോർ ഡൗട്ട്ലെസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻഡിവിജ്വലി നമുക്ക് എന്ത് ഡൗട്ട്സ് നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. അധ്യാപകര് അവരുടെ സമയം അനുസരിച്ച്, അതായത് ഒരിക്കലും വലിയ ഡിലേ വരാറില്ല, നിങ്ങൾക്ക് ക്ലിയറൻസ് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ DHSന്റെ എക്സാംസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സാം ക്വസ്റ്റ്യൻസ് വന്നു. പല ഇൻസ്റ്റിറ്റ്യൂട്ടും പറഞ്ഞത് റിസർച്ച് അഡ്മിനിസ്ട്രേഷൻ ഒന്നും പഠിക്കേണ്ട, അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ആണ് വരിക. പക്ഷെ ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ഞങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് ഈ സബ്ജക്ട്സുകൾക്കാണ്. അതായത് GNM സ്റ്റുഡൻസിന് വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കോച്ചിങ്, അത് ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, സൈക്കോളജി, സോഷ്യോളജി ഈ സബ്ജക്ട്സുകളിലൊക്കെയാണ്. അതും സ്പെഷ്യൽ ഫോക്കസ് നമ്മൾ GNM സ്റ്റുഡൻസിന് കൊടുക്കുന്നതാണ്. അതും ഓരോരുത്തരുടെ അറിവ്, അതായത് MSc കാർക്കെന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ഒന്നും, ഈ സബ്ജക്ട്സുകളൊന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ വേണ്ട, അവർക്ക് ഓൾറെഡി നല്ല നോളജബിൾ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ക്യാപ്പബിലിറ്റി അനുസരിച്ച്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാനേ. നെക്സ്റ്റ്, അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ കോച്ചിങ് പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാ കാര്യങ്ങളും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഇനി നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിന്റെ കാര്യം. നമ്മുടെ ഫെബ്രുവരി 14 സ്കോളർഷിപ്പ് എക്സാം. ഓൺലൈൻ എക്സാം ആണ്. നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതിയാൽ മതി, ഒരിടവും പോണ്ട. രാത്രി 8 മണിക്കാണ് എക്സാം. നെക്സ്റ്റ് ഡേ തന്നെ 15 നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ലിസ്റ്റിലുള്ള ടോപ്പ് ആയിട്ടുള്ള 100 സ്കോറേഴ്സിന്, അതായത് ആദ്യം ഫസ്റ്റ് വരുന്ന ലിസ്റ്റിലെ ആദ്യത്തെ 100 പേർക്ക് എന്തുണ്ട്, നമ്മുടെ കോച്ചിങ്ങിന് ചേരുക, നമ്മുടെ സെന്ററിൽ കോച്ചിങ്ങിന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് ചേരുകയാണ്. 100% ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് ആണ്. എന്താണ്, അതായത് 1 രൂപ പോലും നിങ്ങൾ ഞങ്ങൾക്ക് പേ ചെയ്യേണ്ടതില്ല ആദ്യത്തെ 100 റാങ്കുകാർക്ക്. അത് കഴിഞ്ഞ് കിട്ടുന്ന 50% മേലെയെങ്കിലും മാർക്ക് വാങ്ങുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഒരു 30%, അതായത് ഫീയുടെ 30% ഡിസ്കൗണ്ട് ആണ് നൽകുന്നത്. അപ്പൊ ഫീ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വില ഫീസ് കൂട്ടിയിട്ട് കുറച്ച് കാണിച്ചാൽ മതിയല്ലോ എന്ന്. അങ്ങനെയല്ല, ഞങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എനിക്കറിയാം പല സെന്റേഴ്സുകളിലും വാങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തെ ക്ലാസ്സിന് പോലും, ഒരു ക്രാഷ് കോഴ്സ് 15 ദിവസത്തേക്കുള്ളത് പോലും 7000, 8000, 10000 ഒക്കെയാണ് വന്നത്. പക്ഷെ ഞങ്ങൾ 2.5 മാസത്തെ ക്രാഷ് കോഴ്സിന് വരെ വളരെ ചെറിയൊരു എമൗണ്ട് 2900 രൂപയായിരുന്നു. അതിന്റെ ആവശ്യമേ ഉള്ളൂ. അതുപോലെ വളരെ കുറഞ്ഞ ഒരു ഫീസാണ് ഞങ്ങൾ ഈ നമ്മുടെ ക്രാഷ് കോഴ്സിന്, നമ്മുടെ ലോങ് ടേം കോഴ്സിന് വാങ്ങുക. ഓക്കെ, ഒരു മിനിറ്റ്, ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മുടെ അത് ക്ലിയർ അല്ലേ? നമ്മുടെ 100 പേർക്ക്, അതായത് ആദ്യത്തെ ഫസ്റ്റ് 100 റാങ്ക് ലിസ്റ്റിലുള്ള 100 പേർക്ക് ഫ്രീ ആയിട്ടുള്ള കോച്ചിങ് നൽകുന്നുണ്ട്. അത് കഴിഞ്ഞ് 50% മാർക്ക് വാങ്ങിയവർക്ക് നിങ്ങൾക്ക് ഒരു 30% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. പിന്നെ ഓൾറെഡി നമ്മുടെ ബാച്ചില് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തവർക്കാണെങ്കിൽ ഇതിൽ നിന്നും അഡീഷണൽ അവരും എക്സാം എഴുതുന്നുണ്ട്. അവർക്ക് ഇതിൽ കൂടുതൽ ബെനിഫിറ്റ്സ്, മീൻസ് റിഡക്ഷൻ, ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാം നടത്തുന്നത് പലരും ചോദിച്ചു. കൂടുതൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് പലരും ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയല്ല, ഓരോരുത്തരുടെയും ഒരു ലെവല്, നിങ്ങളെ ഒരു അറിവ് എത്രയാണ്, ലെവൽ എത്രത്തോളം ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് റിസൾട്ട് ഓറിയന്റഡ് ക്ലാസ് ആണ് ഞങ്ങൾ നൽകാൻ പോകുന്നത്. അപ്പൊ നിങ്ങളെ ഓരോരുത്തരുടെ ലെവൽ അസസ് ചെയ്തിട്ട് വേണം നിങ്ങളെ ഓരോ ബാച്ച് ആയിട്ട് ഞങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് എക്സാം നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ 50% അറ്റ്ലീസ്റ്റ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30% ഡിസ്കൗണ്ട് അവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞങ്ങൾ കൂടുതലായിട്ട്
നമ്മുടെ ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതാണ്. ഇനിയും ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. അതായത് ജോയിൻ നൗ ടു വാട്സപ്പ്, ജോയിൻ നൗ എന്നുള്ള ഒരു മെസ്സേജ് അയച്ച് ഈ നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ ഒരു ഫോം വരും, ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് രജിസ്റ്റർ ചെയ്ത് കഴിയും. അതായത് ഫീസ് ഒന്നും അടയ്ക്കാതെ തന്നെ ഒരു എക്സാം എഴുതാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫെസിലിറ്റിയാണ്, മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലോട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ടത്. ജോയിൻ DME എന്നുള്ള മെസ്സേജ് ആണ് നിങ്ങൾ അയക്കേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സ്കോളർഷിപ്പ് എക്സാമിനെ കുറിച്ചൊക്കെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ? നെക്സ്റ്റ്, ഇനി സ്കോളർഷിപ്പ് എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് PSC മോഡലിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. 75 മിനിറ്റ്സ് ആണ്. അതായത് 1 hour 15 മിനിറ്റ്സ്, 75 മിനിറ്റ്സ് ആണ് അതിന്റെ ടൈം. നമ്മുടെ PSC എക്സാം പോലെ റൈറ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന്, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് 1 മാർക്കും റോങ് ആയിട്ടുള്ള ആൻസേഴ്സിന് നെഗറ്റീവ് മാർക്കായിട്ട് 0.33 വെച്ചിട്ട് ഡിഡക്ട് ചെയ്യുകയും ചെയ്യും. സെയിം ആസ് PSC എക്സാം അല്ലെ? നമ്മുടെ സെയിം PSC എക്സാമിന് മാർക്ക് കിട്ടുന്നത് പോലെ തന്നെയാണ്. സിലബസും നമ്മുടെ കേരള PSC സ്റ്റാഫ് നഴ്സിന്റെ സിലബസ് അനുസരിച്ചുള്ള എക്സാമിന് ഓൾറെഡി നിങ്ങൾ DHS പഠിച്ചവരാണ്. സോ അത് നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനിയിപ്പോ യൂട്യൂബിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും ആ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക. അപ്പൊ അതിൽ നിന്നും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നേടാൻ പറ്റും ആ ഓരോ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട് താഴെ കാണുന്ന ഈ നമ്പറിലോട്ട് വിളിച്ച് ചോദിക്കുക എങ്ങനെയാണ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഫീയുടെ കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ്, എത്രയാണ് ഫീ എന്നറിയാം. ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, വളരെ ചെറിയ എമൗണ്ട് ആണ്. ചെറിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ സംഖ്യയല്ല, പക്ഷേ മറ്റ് സെന്റേഴ്സ് വാങ്ങുന്നതനുസരിച്ച് നോക്കുമ്പോൾ എന്താണ്, വളരെ ചെറിയൊരു എമൗണ്ട് ആണിത്. അതായത് എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാതെ 50% മാർക്ക് പോലും ഇല്ലാതെ ഒരാൾക്ക്, അതായത് പുറത്തുനിന്ന് ഒരാൾ വന്ന് ബാച്ചിൽ ചേർന്നാൽ 9500 ആണ് ഞങ്ങളിപ്പോ ഫിക്സ് ചെയ്തിരുന്നത്. അതായത് ഇതിനേക്കാൾ കൂടുതൽ ഒരിക്കലും ഫീസ് വരില്ല. ഇതാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരിക്കുന്ന റേറ്റ്. പിന്നെ 100 സ്കോറേഴ്സ് റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ 100 പേർക്ക് ഒരു ഫീസും തന്നെ കൊടുക്കണ്ട. 50% മാർക്ക് ഉള്ളവർക്ക് 6500 രൂപയാണ് ഫീസ്. ഓക്കെ, ഇത് ചെറിയൊരു എമൗണ്ട് ആണ് അല്ലെ? 50% നിങ്ങൾ മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് എക്സാമിന് മാർക്ക് വാങ്ങിയാൽ 6500 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ട് നൽകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇതിപ്പോ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനേക്കാൾ കൂടുതൽ ഒരിക്കലും ഫീസ് വരില്ല. സപ്പോസ് നമുക്ക് അഡ്മിഷന്റെ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് അഡ്മിഷൻ കൂടുതലായിട്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു ഫീസ് എമൗണ്ടിൽ നിന്ന് ഇനിയും കൂടെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം എല്ലാ കൂട്ടുകാരിലും ഈ ഒരു വിവരം എത്തിക്കുക. അഡ്മിഷൻ കൂടുന്നതനുസരിച്ച് എന്തായാലും ഞങ്ങൾ ഈ ഒരു ഫീസിൽ നിന്നും എമൗണ്ട് കുറയ്ക്കാൻ ശ്രമിക്കും. ഓക്കെ, പിന്നെ ഇനി നമ്മുടെ നഴ്സിംഗ് ലൈവിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞു, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചിലർക്കൊക്കെ ഡൗട്ട് ഉണ്ടാകും. അതൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്താണ്, നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ്. പ്ലേ സ്റ്റോറിൽ കയറുക, നഴ്സിംഗ് ലൈവ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നഴ്സിംഗ് ലൈവ് എന്ന് പറയുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരുന്നത് നെക്സ്റ്റ് ലൈവ്, നഴ്സിംഗ് എക്സ്പേർട്ട് ലൈവ്, അങ്ങനെയൊക്കെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലെ? അതൊന്നും കണ്ട് കൺഫ്യൂഷൻ ആകണ്ട. നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നഴ്സിംഗ് ലൈവ് എന്ന് തന്നെയാണ്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോർത്ത് ഇന്ത്യ ആപ്ലിക്കേഷൻസ് ഒക്കെയാണ്. അതൊന്നും മിസ്റ്റേക്കലി ഡൗൺലോഡ് ചെയ്ത് കളയണ്ട. നഴ്സിംഗ് ലൈവ് എന്ന് മാത്രം ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു സിമ്പിൾ കാണുമ്പോൾ അത് മനസ്സിലാകും, നഴ്സിംഗ് ലൈവ്. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഡൗൺലോഡ് ചെയ്യുന്നതൊക്കെ. നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ആദ്യം ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം രജിസ്റ്റർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അവിടെ ജസ്റ്റ് ചോദിക്കുന്ന വിവരങ്ങൾ, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ, നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, ഇതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മോഡൽ ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, വീഡിയോ ക്ലാസ്സസ്, അതായത് ആര് ഡൗൺലോഡ് ചെയ്താലും, നമ്മുടെ കോഴ്സിലൊന്നും ജോയിൻ ചെയ്യാത്ത ഒരാൾ ഡൗൺലോഡ് ചെയ്താലും ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. മോഡൽ ടെസ്റ്റ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്, വീഡിയോ ക്ലാസ്സസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടൈം വെച്ച് എക്സാം, PSC എക്സാം എഴുതുന്ന അതേ ആ ഒരു സ്പിരിറ്റിൽ, അതേ ഒരു മനസ്സോടെ നിങ്ങൾക്ക് ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളതൊക്കെ നമ്മുടെ കോഴ്സിൽ ചേരുന്നവരാണെങ്കിൽ ഞങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പെയ്ഡ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ കോഴ്സിൽ ചേരുന്ന മെമ്പേഴ്സിന് വേണ്ടി കൂടുതൽ ബെനിഫിറ്റ്സ്, അതായത് കൂടുതൽ പാക്കേജസ് അവർക്ക് വേണ്ടി അൺലോക്ക് ചെയ്യുന്നതാണ്. ഓരോ ആഴ്ചയും അവർക്ക് വേണ്ടി കൂടുതൽ ടെസ്റ്റുകളും കൂടുതൽ പാക്കുകളും ഒക്കെ അൺലോക്ക് ചെയ്യും. ഓക്കെ, ഫ്രീ ആയിട്ടുള്ള യൂസേഴ്സിന് പോലെ, അതായത് നമ്മുടെ കോഴ്സിലൊന്നും ചേരാത്തവർക്കും ഒരുപാട് മോഡൽ ടെസ്റ്റുകളൊക്കെ അതിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഒരു ഫീസ് കൊടുക്കാത്തവർക്കും. നെക്സ്റ്റ്, ഇവിടെ ഇത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണുന്നതാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. നഴ്സിംഗ് ലൈവിന്റെ ഇതാണ്.
ഇത് പിന്നെ ഇവിടെ നമ്മുടെ രജിസ്റ്റർ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഇവിടെ ഇമെയിൽ ഐ ഡി ചോദിക്കുമ്പോൾ അത് കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡും കൊടുക്കുക, ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വീഡിയോ ക്ലാസ്സസും ഒക്കെ കിട്ടും. ഓക്കെ, അത് പോയിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ജസ്റ്റ് എന്താ BSc മാത്രമല്ല, ഇനി വരുന്ന എയിംസ്, ജിമ്മർ ഇങ്ങനെയുള്ള സെൻട്രൽ ലെവൽ എക്സാംസ് ഉണ്ട്, നിംഹാൻസ് ഇതൊക്കെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് ഉടനെ തന്നെ. അപ്പൊ അതിനെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. മാക്സിമം ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുക. ഇപ്പം പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആ ഒരു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോൾ അൺലോക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഞാൻ ഓൾറെഡി ഒരു ഐഡിയ തന്നു കഴിഞ്ഞു നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച്. ജസ്റ്റ് എന്നാലും പറയാതെ എന്തെങ്കിലും പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആകാൻ വേണ്ടി ഇതൊന്ന് നോക്കുള്ളൂ. ഇന്റൻസീവ് കോച്ചിങ് ആണ്, ജസ്റ്റ് വാക്കിലല്ല, ഞങ്ങൾ പ്രവൃത്തിയിലാണ് നൽകുന്നത്. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള, വളരെ തറവ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്യൂട്ടേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. അതും നമ്മുടെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം പോലും ഞങ്ങൾ അവധി കൊടുത്തിട്ടില്ല. ക്രാഷ് കോഴ്സ് November 15 സ്റ്റാർട്ട് ചെയ്തു. January 29 വരെയും റെഗുലർ ക്ലാസ്സസ് ആയിരുന്നു. അവസാന ദിവസങ്ങളിൽ 2-3 ക്ലാസ്സുകളാണ് ഓരോ ദിവസവും ഞങ്ങൾ കൊടുത്തത്. റെഗുലർ നമ്മുടെ യൂട്യൂബ് പുറമെ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് എല്ലാ ദിവസവും നൽകി. MCQ ഡിസ്കഷൻ ഹോൾ മന്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, MCQ ഡിസ്കഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് ഇപ്പൊ കുട്ടികൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ നിന്നും അധികം, അതായത് എക്സാമിന്റെ ടഫ് ലെവൽ വെച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്തായാലും പ്രൂഫ് ഉൾപ്പെടെ ഞങ്ങൾ പിന്നെ പറയാം. ഓക്കെ, അതായത് നമ്മുടെ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കറക്റ്റ് ആർക്കൊക്കെ ഏതൊക്കെ ജില്ലയിൽ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഈവൻ ക്രിസ്മസിന് പോലും ഞങ്ങൾ ക്ലാസ് ഇല്ലാതെ വച്ചില്ല. ഓക്കെ, എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പിന്നെ യു വിൽ നോട്ട് മിസ് എനി ഓഫ് അവർ ക്ലാസ്സസ്. എന്തുകൊണ്ടാണ് മിസ് ചെയ്യാത്തത്? ഒരു ക്ലാസ് പോലും നിങ്ങൾ മിസ് ചെയ്യില്ല. കാരണം നെക്സ്റ്റ് ഡേ ഞങ്ങൾ അതിന്റെ റെക്കോർഡ് ലിങ്ക് തരും. നിങ്ങൾക്ക് ഏത് സമയത്തും എത്ര പ്രാവശ്യം വേണമെങ്കിലും എടുത്ത് കാണാനും പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ കേരളത്തിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അത് കാണാനും പറ്റും. ഈ നമ്മുടെ കോച്ചിങ്ങിന്റെ റെക്കോർഡ് ക്ലാസ്. പിന്നെ അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് സൂം. അതുകൊണ്ട് കൺവീനിയൻ, എല്ലാവർക്കും അത്രയും ഓൺലൈൻ വലിയ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് കേട്ടോ. അതുകൊണ്ട് അതിലൊന്നും ടെൻഷൻ ആകണ്ട, എങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യും എന്നുള്ള ടെൻഷൻ നമ്മുടെ, അതെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും കുറെ പേർക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ക്ലിയർ ആക്കി കൊടുക്കുകയും ചെയ്തു. ഒരു ഫ്രീ പ്രിന്റഡ് മെറ്റീരിയൽസ്, ഞാൻ അതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. പിന്നെ എന്താ പറയാ, സീരീസ് ഓഫ് എക്സാംസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നഴ്സിംഗ് ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. നമ്മുടെ നഴ്സിംഗ് ലൈവില് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഗ്രാൻഡ് ടെസ്റ്റും മോഡൽ ടെസ്റ്റും ഒക്കെ നടത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇത്രയും നാൾ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു 30 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ഈ ആപ്ലിക്കേഷനിൽ നിന്ന് മാത്രമുള്ള 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു DHS എക്സാമിന് ചോദിച്ചത്. അത് ഞങ്ങളുടെ ഒരു എന്താ പറയാ, നമ്മൾ പോലും അറിയാതെ എങ്ങനെ വന്നു എന്നറിയില്ല. എന്തായാലും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്ന ഒരു 30, അതായത് ആ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ഈ ഒരു 30 ക്വസ്റ്റ്യനും ഡെഫിനറ്റ്ലി നമ്മുടെ എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. ഓക്കെ, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ എടുത്തതാണ്. എന്നാൽ പോലും 30 ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ PSC എക്സാംസും പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും എക്സാംസോ എന്ത് വന്നു കഴിഞ്ഞാലും അതെല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അതിന്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മുടെ കോച്ചിങ്ങിന്റെ ഇടയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളെന്നെ അറിയിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. സ്വയം പുകഴ്ത്തലായിട്ട് കരുതണ്ട. ഓക്കെ, പിന്നെ നമ്മുടെ ട്യൂട്ടേഴ്സിന്റെ കാര്യമാണ്. അറിഞ്ഞുകൂടാത്തവരെ അറിയിക്കുക. വളരെ എക്സലന്റ്, അതായത് വെറും വാക്കിൽ പറയുകയല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള, പഠിപ്പിക്കാൻ അറിയാവുന്ന, എന്താ പറയാ, അറിവുള്ള, നല്ല എക്സലന്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ട്യൂട്ടേഴ്സ് ആണ് നമ്മുടെ കോച്ചിങ് ടീമിൽ ഉള്ളത്. ഓക്കെ, നല്ല ടീച്ചേഴ്സ് ആണ്. കാണാനുള്ള ഭംഗിയല്ല പറയുന്നത്, നന്നായി പഠിപ്പിക്കുന്ന, നല്ല അറിവുള്ള, എഫിഷ്യന്റ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ്. അതിലൊന്നും ആർക്കും ഒരു ഡൗട്ട് വേണ്ട. വെറുതെ കുറെ ടീച്ചേഴ്സിനെ വിളിച്ച് ഇരുത്തിയിട്ട് വെറുതെ ക്ലാസ് എടുത്തിട്ട് പോകുകയല്ല. കുട്ടികളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ്, ഓരോ ടീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടീച്ചേഴ്സിനും ടോപ്പിക്സ് കൊടുക്കുകയും ഏത് സബ്ജക്ട്സ് എടുക്കണം എന്നുള്ളതും എല്ലാം
തീരുമാനിക്കുന്നത്. ഓക്കെ, കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് മനസ്സിലാക്കാൻ ഫോളോ ചെയ്യാൻ പറ്റാത്ത ട്യൂട്ടേഴ്സിനെ ഒരിക്കലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നതല്ല. പിന്നെ ഓരോ സ്പെഷ്യലൈസ്ഡ് സബ്ജക്ട്സിനും അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ട്യൂട്ടേഴ്സും നമുക്ക് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എയിംസ് പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ക്ലിനിക്കൽ പോയിന്റ്സിലേക്ക് ഡിസ്കഷൻ ആവശ്യം വരും. അതിനുമുള്ള ഫെസിലിറ്റീസ് നമ്മുടെ കോച്ചിങ് പ്ലാനിനകത്തുണ്ട്. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതായത് ഫോർ ഡൗട്ട് ക്ലിയറൻസ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. പിന്നെ എക്സാംസിന്റെ സബ്ജക്ട്സ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവിഷനും ഇമ്പോർട്ടന്റ് പോയിന്റ്സിന്റെ കോർ പോയിന്റ്സിന്റെ ഡിസ്കഷനും ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനേക്കാൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറയാം. നമ്മുടെ ക്രാഷ് കോഴ്സിന് പങ്കെടുത്ത കുട്ടികളെല്ലാം പറഞ്ഞൊരു കാര്യമാണ്, അതായത് അവർക്ക് വളരെ ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസെ അറ്റൻഡ് ചെയ്തുവെങ്കിലും അവർക്ക് എന്താ നെഗറ്റീവ് മാർക്സ് വളരെയധികം കുറഞ്ഞു. നമുക്ക് എപ്പോഴും മാർക്ക് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ടൈം നേരെ മാനേജ് ചെയ്യാൻ പറ്റില്ല, സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റിയില്ല. എഴുതിയപ്പോ എന്താ കുറെ ക്വസ്റ്റ്യൻസ് അധികം എഴുതിയിട്ട് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നെഗറ്റീവ് മാർക്സ് കുറെ വന്ന് നമുക്ക് കിട്ടിയ മാർക്സ് ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ വരാതെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കെല്ലാം ഞങ്ങൾ അതിനുള്ള ട്രെയിനിങ് അഡ്വൈസസ് എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു. അത് അവർ മാക്സിമം യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർക്ക് നെഗറ്റീവ് മാർക്സ് വന്നു കഴിഞ്ഞാൽ തന്നെ 2 or 3 മാർക്സ് ഒക്കെയാണ് പലർക്കും നെഗറ്റീവ് മാർക്സ് വന്നിട്ടുള്ളത്. അത്രയും നന്നായിട്ടുള്ള ട്രെയിനിങ് ആണ്, നല്ല രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്വം അവിടെ തീരുകയല്ല. ഞങ്ങളുടെ ഈ ടീം നിങ്ങളുടെ കൂടെ എന്നും നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കയ്യിൽ കിട്ടുന്നവരെ, അതായത് ജോലിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, ഷോർട്ട് ലിസ്റ്റ് ആയിക്കഴിഞ്ഞാലും വെരിഫിക്കേഷൻ ടൈമിലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നതും അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നത് വരെയുള്ള എല്ലാ സ്റ്റെപ്സിലും എന്ത് ഡൗട്ട്സോ എന്ത് ഹെൽപ്പോ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിലൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലും സെൻട്രൽ ലെവലും വരുന്ന ഏത് എക്സാംസിന്റെ ഇൻഫർമേഷൻ ആയാലും നമ്മുടെ ഗ്രൂപ്പ് വഴി, അതായത് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ, നിങ്ങൾ ഒരിടവും പരിധി നടക്കേണ്ട കാര്യമില്ല, അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും, എന്ത് റാങ്ക് ലിസ്റ്റ് വന്നാലും, എന്ത് റിമൈൻഡിങ്, എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും, നമ്മുടെ നഴ്സിംഗ് എക്സാംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും സെൻട്രൽ ലെവൽ എക്സാംസിനോ സ്റ്റേറ്റ് ലെവൽ എക്സാംസിനോ വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്, ഡീറ്റെയിൽസ് എല്ലാം തന്നെ. ഓക്കെ, ഇനി നിങ്ങളോട് പറയാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യം, അതായത് നമ്മുടെ കോഴ്സിന്, നമ്മുടെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം കോഴ്സിനോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുവെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ജോയിൻ ചെയ്യുന്നുവെങ്കിൽ മിനിമം നിങ്ങളുടെ കയ്യിൽ 500 MB പെർ ഡേ ഉള്ള ഒരു മൊബൈൽ ഡേറ്റ, മീൻസ് അങ്ങനെയുള്ള ഒരു സിം ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക അത്രയുമുള്ള ഒരു നെറ്റ് സർവീസസ് മൊബൈൽ ഡേറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതിനേക്കാൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, മീൻസ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മീൻസ് അതാണ് ഒരു ഓൺലൈൻ കോച്ചിങ് ആകുമ്പോൾ ആകെയുള്ള ഒരു പ്രശ്നം. അതായത് ചില ഏരിയകളിൽ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ വീടിന്റെ അവിടെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ചില സിമ്മുകൾക്ക് റേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ പുതിയ സിം എടുക്കുക, ബ്രോഡ്ബാൻഡ് ഒന്നും കണക്ഷൻ ഒന്നും എടുക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് അതിനൊന്നും ആവശ്യമില്ല. നല്ല റേഞ്ച്, നല്ല നെറ്റ്വർക്ക് കവറേജ് ഉള്ള ഒരു സിം എടുക്കുക, അല്ലെങ്കിൽ ഉള്ള സിമ്മിനെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് കമ്പൽസറി നിങ്ങൾ ചെയ്തിരിക്കേണ്ട കാര്യമാണ്, ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മുടെ മറ്റൊരു അക്കാഡമിയും തരാത്ത ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്, അതായത് ക്യാഷ് ബാക്കിന്റെ കാര്യം. എന്തെങ്കിലും കാരണം നിങ്ങൾ ഫീസ് പേ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയ ശേഷം എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസോ, അതായത് നിങ്ങളുടെ സ്ഥലത്ത് അവിടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണം നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി, അതായത് 15 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാശ് തിരിച്ചു വേണമെന്ന് പറഞ്ഞാൽ 15 ദിവസത്തിനുള്ളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ 100% മണി, നിങ്ങൾ എത്ര രൂപയാണോ പേ ചെയ്തത് അത് ഫുൾ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അത് മനസ്സിലായല്ലോ അല്ലെ? 15 ദിവസം വരെയാണ് അതേ സമയം. ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 100% മണി ഞങ്ങളുടെ റീപേയ്മെന്റ് നൽകുന്നതായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? അത് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും തരാത്തൊരു ഫെസിലിറ്റിയാണ്. കാരണം നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലാതെ, നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്നും ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ അധികം ഫീസ് ഒന്നും വാങ്ങുന്നില്ല. ആക്ച്വലി അധ്യാപകർക്ക് കൊടുക്കണം, എല്ലാ അധ്യാപകർക്കും കൊടുക്കേണ്ട ഒരു ഫീസ് എമൗണ്ട് മാത്രമാണ് ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഒരു രൂപ പോലും ഞങ്ങൾ അത് കുറയ്ക്കാതെ തിരിച്ചു തരും. ഓക്കെ, പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ലൈവ് ക്ലാസ്സസ്, അതായത് നാളെ മുതൽ
ഇന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ്, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സസിൽ, യൂട്യൂബ് ചാനലിൽ ഫ്രീ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. DME ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും മിസ് ചെയ്യാതെ ക്ലാസ് കാണുക. റെക്കോർഡഡ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഇടുന്ന, അഥവാ ഏതെങ്കിലും ക്ലാസ് ലൈവ് മിസ് ചെയ്ത് കഴിഞ്ഞാലും റെക്കോർഡഡ് വീഡിയോ എടുത്ത് കാണാൻ ശ്രമിക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും പഠിക്കുന്നത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഏതെങ്കിലും ഒരു എക്സാമിന് നിങ്ങൾക്ക് അതിൽ ഫലം കാണും. അതുകൊണ്ട് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നഴ്സിംഗ് ലൈവ് എന്ന യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്യുക. ക്ലാസ്സുകൾ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ഓരോ ദിവസവും ഏത് സമയത്താണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റെക്കോർഡ് വീഡിയോ ഇട്ടാലും നമ്മൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടും. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. പിന്നെ നമ്മുടെ സ്റ്റഡി ടിപ്സും നോട്ട്സും എക്സാമിന്റെ നോട്ടിഫിക്കേഷനും ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾ മാക്സിമം ഫെസിലിറ്റീസ് യൂസ് ചെയ്യുക. നമ്മുടെ നഴ്സിംഗ് ലൈവ് പ്രൊഫഷണൽ നഴ്സസ് ഇന്റൻസീവ് കോച്ചിങ് ഹബ് എന്നുള്ളതാണ് നമ്മുടെ FB പേജ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എന്തായാലും നമ്മളിതിൽ ചവറ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റഡി ടിപ്സും നോട്ടിഫിക്കേഷൻസും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ഒരു FB പേജിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിന് ഓഫ്ലൈൻ കോച്ചിങ്ങിനുമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണ് ഇതിന്റെ പ്ലസ് പോയിന്റ് എന്നുള്ളത്, അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്തായാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. നമ്മൾ എപ്പോഴും എങ്ങനെയാണ്, നമ്മുടെ കൊറോണയൊക്കെ വരുന്നതിന് മുന്നേ എപ്പോഴും നമ്മുടെ വീട് ഒരു 10-20 നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ 20-25 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ പോവേണ്ടത് അല്ലേ. അപ്പൊ രാവിലെ 1 മണിക്കൂർ പോകാനുള്ള തിടുക്കമാണ്, 1 മണിക്കൂർ യാത്രയാണ്, തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് 1 മണിക്കൂർ യാത്രയാണ്. ഇതിന്റെ എല്ലാം ക്ഷീണം മാറ്റാൻ വീണ്ടും 1 മണിക്കൂർ റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഒരു 3-4 മണിക്കൂർ നമുക്ക് ഈ ട്രാവലിംഗ് മാത്രമായിട്ട് ഇതിന് ചെലവാകുന്ന കാശോ ട്രാവലിംഗ് എക്സ്പെൻസോ ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ അതിനും ചെലവാക്കണം അല്ലെ. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്നതിനേക്കാളും കാശ് എന്ത് ചെയ്യണം, എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ സമയനഷ്ടം. ഒരു 3-4 മണിക്കൂർ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 3-4 മണിക്കൂർ എന്ന് വളരെ വിലപ്പെട്ട സമയമാണ്. അത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മൾ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമ്പോൾ അത് നമുക്ക് ഇവിടെ നഷ്ടപ്പെടില്ല. നിങ്ങളുടെ വീട്, എനിക്കറിയാം മാരീഡ് ആയിട്ടുള്ള സ്ത്രീകളുണ്ടാകും, കുഞ്ഞുങ്ങളുള്ളവരുണ്ടാകും, പ്രഗ്നന്റ് വുമൺ ഉണ്ടാകും. ഇവർക്കൊക്കെ എന്താണ് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പോയി വരാനുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെയാണ് കുട്ടികളെ നോക്കാൻ ആരുമില്ല. എങ്ങനെയൊക്കെയാണ് പലരും എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്ത് പഠിക്കാതെ പോയി എക്സാം എഴുതിയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ വരുന്നില്ല. ഇവിടെ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ്സസ് ആകെ കുറച്ച് സമയം, അതായത് നിങ്ങൾ ഈ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം പോലും വേണ്ട ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ. അതിലുള്ള കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്നാണ്, കിച്ചണിൽ നിൽക്കുമ്പോഴും പുറത്തെ പണികൾ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ഹെഡ്സെറ്റ് വെച്ചോ, മീൻസ് സപ്പോസ് ഇഫ് യു ഹാവ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇല്ലാത്തവരും അവരുടെ ആവേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ മീൻസ് സൗണ്ട് കൂട്ടി വെച്ച് ഫോൺ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ക്ലാസ് കേട്ട് പഠിക്കാവുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം ലൈവ് ക്ലാസ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ 2 പ്രാവശ്യം കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ക്യാച്ച് ആവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഈ ഓൺലൈൻ ലേണിംഗ് വളരെ ബെനിഫിഷ്യൽ ആകുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാം, സമയം സേവ് ചെയ്യാം, ട്രാവലിംഗ് ടൈം സേവ് ചെയ്യാം, മണി എക്സ്പെൻസ് കുറയ്ക്കാം. ഓക്കെ, ഫീസിന്റെ നമ്മുടെ കോഴ്സ് ഫീ മാത്രം നമ്മൾ പേ ചെയ്താൽ മതി. ട്രാവലിംഗ് എക്സ്പെൻസ് ഒന്നും വേണ്ട. കുട്ടികളെ നോക്കുന്ന ഒന്നും ഡിസ്റ്റർബൻസ് ആകില്ല. എങ്ങനെയായാലും ഒരു ജോബ് നമുക്ക് നേടുക എന്നുള്ള ലക്ഷ്യം നമുക്ക് സാധ്യമാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്കറിയാം നിങ്ങളെല്ലാം മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഇതെല്ലാം അറിയാവുന്നതാണ്. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു, പഠിക്കാനുള്ള പ്രോത്സാഹനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നമ്മുടെ DHSന്റെ എക്സാം, കഴിഞ്ഞ എക്സാം. ഓക്കെ, DHSന്റെ എക്സാം ഉണ്ടല്ലോ, നമ്മുടെ DHSന്റെ എക്സാം കഴിഞ്ഞു അല്ലെ. നല്ല നല്ല കമന്റ്സ് ഒക്കെയാണ് വരുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും എല്ലാം. എപ്പോഴും കുറെ ആൾക്കാർ കാണും എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ളവരെ. സാരമില്ല, എല്ലാവരും നന്നായിരിക്കട്ടെ. DHS എക്സാം അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് തോന്നും പലതും നമ്മൾ പഠിക്കാത്ത ഏരിയ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഓരോ സബ്ജക്ട്സിന്റെയും വെയിറ്റേജ് നോക്കിയാൽ പലരും പറഞ്ഞു മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ എന്താണ്
ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എന്ന്. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പല ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ച പല ക്വസ്റ്റ്യൻസ് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് ഉള്ളതായിരുന്നു. അപ്പൊ സബ്ജക്ട്സ് വെയിറ്റേജ് ആണ് ഞാനിവിടെ പറയുന്നത്. അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നിന്നും 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എക്സാമിന് DHSന്റെ എക്സാംസിന് അത് ഓരോ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറയുന്നില്ല ഏതൊക്കെയാണെന്ന്. ഡൗട്ട്സ് ഉള്ളവർ കമന്റ് ചെയ്യാം, അല്ല എന്ന് സംശയമുള്ളവർക്ക് കമന്റ് ചെയ്യാം, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. അതല്ലാത്തവർക്ക് ശ്രദ്ധിക്കാം. അനാട്ടമി ഫിസിയോളജി 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാം ചോദിച്ചത്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 13 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ച ലെവലിൽ മീൻസ് പ്രതീക്ഷിച്ച കണ്ടീഷനിൽ നിന്ന് അല്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാർമക്കോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ അത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിനകത്ത് വരുന്നതാണ്. ഒരു ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇമ്പോർട്ടന്റ് കണ്ടീഷൻസിൽ നിന്നും ഇമ്പോർട്ടന്റ് സിസ്റ്റംസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മെഡിക്കൽ സർജിക്കൽ നിന്നും 13 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗും നമ്മുടെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സബ്ജക്ട്സ് ആണ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്. അതിൽ നിന്നും 5 ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. OBG 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെന്റൽ ഹെൽത്ത് നഴ്സിംഗിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഫാർമക്കോളജി നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കാത്തതാണെങ്കിലും മുന്നേ അങ്ങനെ ആയിരുന്നു ആൾക്കാർ. പക്ഷെ ഇപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് കൊടുത്തേ പറ്റുള്ളൂ. സൈക്യാട്രിക് ഡ്രഗ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫാർമക്കോളജിയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻസ്. ഈ 7 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് 3 മെഡിക്കൽ സർജിക്കലിൽ ഉള്ളതായിരുന്നു, സോറി 3 സൈക്കാട്രിയിൽ ഉള്ളതായിരുന്നു, 2 ഏതിലുള്ളതായിരുന്നു, നമ്മുടെ മെഡ്സർജിൽ ഉള്ളതായിരുന്നു. ഓക്കെ, അങ്ങനെ അതല്ലാതെ പുറമെ ഫാർമക്കോളജിയിൽ നിന്ന് 7 ക്വസ്റ്റ്യൻ മൊത്തത്തിൽ ചോദിച്ചിരുന്നു. സോഷ്യോളജി 1 ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഒരിക്കലും പഠിക്കാത്ത അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പോർഷൻ സബ്ജക്റ്റ് ആണ് ഇത് സൈക്കോളജി എന്ന് പറയുന്നത് അല്ലെ. അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യം വന്നത്? 10 ക്വസ്റ്റ്യൻ ആണ് വന്നത് അല്ലെ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇനിയുള്ള എക്സാംസിന് നമ്മൾ ബേസിക് സബ്ജക്ട്സിന് കൂടെ പ്രാധാന്യം കൊടുത്തു വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ട് അനാട്ടമി ഫിസിയോളജിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം നോക്കിയിട്ട് പോകും. സൈക്കോളജിയിൽ നിന്നും വളരെ കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ നോക്കാതെ പോകും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാലല്ലേ വരുള്ളൂ എന്ന് വിചാരിച്ച് നോക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ആയി കാണും എന്താണ് നമ്മുടെ ബേസിക് സബ്ജക്ട്സിന് പോലും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്കോർ എക്സാമിന് കിട്ടുകയുള്ളൂ. പിന്നെ ജനറ്റിക്സിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ്, പഴയതുപോലെ തന്നെ 1 ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ന്യൂട്രീഷനിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെ മാനേജ്മെന്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. GNM സ്റ്റുഡൻസിനൊക്കെ വളരെ ടഫ് ആയിരുന്നു എക്സാം എന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്. അവർക്ക് മാനേജ്മെന്റ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും നോക്കാതെ അവർക്കൊന്നും വലിയ അറിവില്ല. അപ്പൊ നല്ലൊരു കോച്ചിങ് കിട്ടാത്തവരാണെങ്കിൽ എന്ത് ചെയ്യില്ല, ഇതൊന്നും നോക്കാതെ ആയിരിക്കും പോയത് അല്ലെ. അവർക്കാണ് 10-17 ക്വസ്റ്റ്യൻസ് അവിടെ അങ്ങ് മിസ്സായി. അതാണ് ഒരു ഇത്രയും മാർക്ക് അല്ലെങ്കിൽ ഇത്രയും ടഫ് ആയിട്ട് കുട്ടികൾക്ക് എക്സാം തോന്നാൻ കാരണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇനിയുള്ള എക്സാംസിനെങ്കിലും നിങ്ങൾ നന്നായിട്ട് ഈ സബ്ജക്ട്സ് എല്ലാം, അതായത് GNM ബേസിക് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എക്സാം ചോദിക്കുന്നത് ഒരു BSc ലെവൽ സിലബസ്, BSc സിലബസിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ പഠിച്ചെടുക്കാം. പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത്രയും ടഫ് ആണെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ ഈസി ആയിട്ട് വളരെ ഒരു 5-6 ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഈ സബ്ജക്ട്സ് എല്ലാം നമുക്ക് കവർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാം. ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കഴിവുള്ളവർക്ക് സ്വന്തമായിട്ട് തന്നെ പഠിക്കാം. പിന്നെ നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിന് 13 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മൈക്രോബയോളജിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേരിയേഷൻ തോന്നും. 1-2 ക്വസ്റ്റ്യൻസ് അതല്ലയോ ഇതല്ലയോ ഇത് വേറെ സബ്ജക്ട്സ് അല്ലയോ എന്നൊക്കെ തോന്നും. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പല കമ്മ്യൂണിറ്റിയിലുള്ള ക്വസ്റ്റ്യനും എന്താണ്, ഇപ്പൊ TB കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഡ്സർജിലും പഠിക്കുന്നുണ്ട്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലും പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് രണ്ടിലും ഉൾപ്പെടുത്താവുന്നതാണ്. അങ്ങനെയാണ് ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെയിറ്റേജ്, സബ്ജക്ട്സ് വെയിറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് തോന്നും. ഓക്കെ, എന്നാൽ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇപ്പൊ എന്താ മനസ്സിലാവുക? അതായത് നമ്മൾ ഒട്ടും ഇമ്പോർട്ടന്റ് കൊടുക്കാത്ത സൈക്കോളജി, മാനേജ്മെന്റ്, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, റിസർച്ച്, ഈ സബ്ജക്ട്സ് ഒക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ DHSന് മെഡ്സർജിൽ നിന്നും കണ്ടീഷൻസ് ഒന്നും വന്നില്ല എന്ന് വെച്ച് DME അങ്ങനെ വരില്ല എന്നില്ല. DME കുറച്ചുകൂടി ടഫ് ലെവൽ കൂടിയ എക്സാം ആണ്. കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സബ്ജക്ട്സിന് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോ
അപ്പൊ നമുക്ക് അപ്പൊ നമ്മുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മുടെ കോച്ചിങ്ങിന് ക്ലാസ് നമ്മുടെ ഫ്രീ യൂട്യൂബ് ക്ലാസ് ആയാലും നമ്മുടെ ലോങ് ടേം കോഴ്സിനായാലും നമ്മുടെ DHSന്റെ ഓരോ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ ചോദിച്ചു 100 ക്വസ്റ്റ്യന് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ക്ലാസ്സുകൾ തരുന്നതാണ്. നമുക്ക് MCQ ഡിസ്കഷനിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാരണം നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ഉള്ള സർവേ. അതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി എന്താ ഒരു ഫോം തയ്യാറാക്കി നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ സ്റ്റുഡൻസിനോടും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അതിൽ വളരെ കുറച്ച് പേരെന്ന് വെച്ചാൽ എന്താ വളരെ തീരെ കുറവല്ല, ഒരു 3000-ഓളം പേര്, ഏകദേശം 3000-ഓളം പേര് അവർക്ക് കിട്ടിയ പ്രൊവിഷണൽ കീ വെച്ച് അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ സ്കോർ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. അത് വെച്ചിട്ട് ഞങ്ങൾ തയ്യാറാക്കിയ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർക്ക് ഗ്രൂപ്പിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് ഓരോരുത്തർക്കും ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര ആൾക്കാർക്ക് എത്ര മാർക്ക് വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഇതൊരു ജസ്റ്റ് ഒരു അനാലിസിസ് ആണ്. ഈ ഒരു ബാർ ഗ്രാഫ് നോക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും, ഇത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റ് ആണ്. അതായത് 3000 പേർക്ക് മേലെ അനാലിസിസ് സർവേ നടത്തിയപ്പോൾ അവർക്ക് കിട്ടി, നമുക്ക് തരുന്ന ഡേറ്റയിൽ നിന്നും ഞങ്ങൾ തയ്യാറാക്കിയ ഒരു അനാലിസിസ് ആണ്. അതായത് 31-നും 40-നും ഇടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത്. അതായത് എപ്പോഴും എക്സാമിന് വരുമ്പോഴത്തേക്ക് കുറെ പേരെങ്കിലും എന്ത് ചെയ്യും, 60 മാർക്കിന് 70 മാർക്കിന് മേലെയുള്ളവർ കാണും. പക്ഷേ തിരുവനന്തപുരത്ത് നമുക്ക് കിട്ടിയ ഡേറ്റയിൽ നമുക്ക് ഇതില് സർവേ നടത്തിയതിൽ കിട്ടിയ ഡേറ്റയിൽ ഒരാൾ പോലും 70ക്ക് മേലെ മാർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ട്രിവാൻഡ്രത്ത് ആർക്കും 70ക്ക് മേലെ കിട്ടിയിട്ടില്ല എന്നൊന്നും ഉറപ്പില്ല. കാരണം നമ്മുടെ ഇതിൽ വരാത്ത ആൾക്കാരും കുറെ പേരുണ്ടാവും, ആർക്കെങ്കിലും ഒക്കെ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ 70ക്ക് മേലെ മാർക്ക് ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, 61 to 70 ആണ് എത്ര പേര്, 8 പേർക്കാണ് വന്നിരിക്കുന്നത്. അതായത് വളരെ കുറച്ച് ആൾക്കാർക്ക് അതും ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്നത് എവിടെ, 31 to 40 വന്നിരിക്കുന്നത് 185 ആൾക്കാർ, 185 കാൻഡിഡേറ്റ്സിനാണ് 31 to 40. അതായത് ആ ഒരു റേഞ്ച് ആണ് എപ്പോഴും ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്നത്. അതായത് നിങ്ങൾ ഒരു 40ക്ക് മേലെ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, 40ക്ക് മേലെ 50ക്ക് ഇടയിൽ മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 30ക്ക് മേലെ 40ക്ക് ഇടയിൽ ആ ഒരു റേഞ്ചിൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാനുള്ള ചാൻസ് കൂടുതൽ. ഞങ്ങൾ കട്ട് ഓഫ് എന്നൊന്നും പറയുന്നില്ല. കട്ട് ഓഫ് ഒന്നും തീരുമാനിക്കാൻ നമുക്ക് എല്ലാവരുടെയും മാർക്കൊന്നും അറിയാൻ പറ്റില്ല. ചെറിയ ചെറിയ വേരിയേഷൻസ് നമ്മൾ ഓരോരുത്തരും കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചിലപ്പോൾ ഒരു 1/2 മാർക്കിന്റെയോ 1 മാർക്കിന്റെയോ വ്യത്യാസം നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഉണ്ടാവും. പക്ഷെ എന്നാലും ഒരു 3000-ഓളം പേരുടെ സർവേ നടത്തിയത് കൊണ്ട് ഏകദേശം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്, ഒരു ആവറേജ് ലെവലാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ 30 to 40 മാർക്സ് ഉള്ളവരാണ്. 20 to 30 എന്ന് പറഞ്ഞിട്ടും കുറച്ച് പേരുണ്ട്. നമ്മുടെ അപ്പൊ ഒരു ഏകദേശം റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ ചാൻസ് 30 to 50 റേഞ്ചിൽ, അല്ലെങ്കിൽ 50ക്ക് മേലെ ഉള്ളവരാണ്. ഓക്കെ, ട്രിവാൻഡ്രത്തിന്റെ ഗ്രാഫ് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ ഒരു സമാധാനം. നിങ്ങൾ ടെൻഷൻ ഒന്നും ആകേണ്ട കാര്യമില്ല. മാർക്ക് കുറഞ്ഞു പോയെന്നോ കൂടിപ്പോയെന്നോ ഒക്കെ വിചാരിച്ച് ടെൻഷൻ ഒന്നും ആകേണ്ട. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ വരും. ഞങ്ങൾ നടത്തിയ ഒരു അനാലിസിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനോട് അടുത്ത് നിൽക്കുന്ന റിസൾട്ട് ആയിരിക്കും കുറച്ചുകൂടെ ഈ ഒരു ഡേറ്റ ആയിട്ട് എന്താ സാമ്യമുള്ള റിസൾട്ട് ആയിരിക്കും നമുക്ക് വരാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത് കൊല്ലം ജില്ലയുടേതാണ്. ഇവിടെയും സെയിം എന്താണ്, 30-40 ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ, പിന്നെ 40-50. അപ്പൊ ഈ ഒരു റേഞ്ചിലാണ്. ഇവിടെയും 70ക്ക് മേലെ ആൾക്കാർ ആരും തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശമുള്ള. ഇപ്പൊ ഏത് ജില്ല നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് തന്നെയാണ് വന്നത്. കാരണം ആക്ച്വലി എക്സാം ടഫ് അല്ലായിരുന്നു, ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കുട്ടികളെല്ലാം കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അതാണ് പറ്റിപ്പോയത്. പലർക്കും ടൈം കിട്ടിയില്ല, കുറച്ച് പേര് വലിച്ചുവാരി അറ്റൻഡ് ചെയ്തിട്ട് കുറെ നെഗറ്റീവ് മാർക്സ് വന്നു. ഇതൊക്കെയാണ് സംഭവിച്ചു പോയത്. എന്തായാലും നല്ല റിസൾട്ട് വരും. ഇപ്പൊ നമുക്ക് ഈ ഒരു അനാലിസിസ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കിട്ടിയിരിക്കുന്ന മാർക്ക് 30ക്കും 50ക്കും ഇടയിലാണ്. ഓക്കെ, ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഉണ്ട് ഓരോ ഡിസ്ട്രിക്റ്റിന്റെയും. അത് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ആലപ്പുഴയാണ്. ഇവിടെ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ എത്ര പേരാ, നമ്മുടെ 30-40 ഏറ്റവും, അതും സെയിം തന്നെയാണ് അല്ലെ. അവിടെയും 70ക്ക് മേലെ ആരുമില്ല. 30-40ക്ക് ഇടയിൽ എത്ര പേരുണ്ട്, 76 മെമ്പേഴ്സ് ആണുള്ളത്. 40-50ക്ക് ഇടയിൽ 66 ആണ്. അപ്പൊ എല്ലായിടത്തും ഈ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ സേഫ് സൈഡ് ആണ് എന്നാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയും ഏറ്റവും കൂടുതൽ
30 to 40, 41 to 50 ആണ്. അതും 82 മെമ്പേഴ്സ് ഉണ്ട് 31 to 40. അങ്ങനെ വരുമ്പോൾ അവിടെയും ഏറ്റവും കൂടുതൽ മാർക്ക് 30 to 40 ആൾക്കാരാണ്. എല്ലാ ജില്ലയിലും ഈ ഒരു റേഞ്ച് ഒക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിക്കോളൂ, ഇത് കോട്ടയമാണേ. എത്ര പേരാ 30 to 40 ഉള്ളത്? 92 മെമ്പേഴ്സ് 30 to 40 ഉണ്ട്. ഒരിടത്തും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിടത്തും എന്തില്ല, 70ക്ക് മേലെ ആർക്കും മാർക്കില്ല എന്നുള്ളതാണ് സാരം. നമുക്ക് രജിസ്റ്റർ ചെയ്ത് നമുക്ക് തന്ന ഡേറ്റാസ് തന്ന ആൾക്കാരിൽ ആർക്കും 70ക്ക് മേലെ ഇല്ല. വളരെ കുറച്ച് പേർക്ക് അപ്പൊ 70ക്ക് മേലെ കിട്ടിയിട്ടുള്ളൂ എന്ന് സാരം. ഓക്കെ അല്ലേ? അതെ, നന്നായിട്ട് വായിക്കാൻ സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഒരു കുറെ പേരുടെ ഡൗട്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ ഞാൻ കുറച്ച് മുന്നേ കൊടുത്തിരുന്നു. ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അഡ്മിനോട് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരണം എന്ന് പറയാം. ഓക്കെ, നമ്മുടെ സ്കോളർഷിപ്പ് എക്സാമിനാണെങ്കിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ജോയിൻ DME എന്നൊരു മെസ്സേജ് മാത്രം നിങ്ങൾ ഇട്ടാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ നോക്കിക്കോളൂ, എങ്ങനെയാണ് 70ക്ക് മേലെ ആരുമില്ല, പക്ഷേ 20ക്ക് താഴെ ആൾക്കാരുണ്ട് അല്ലെ. അപ്പോൾ 20ക്ക് താഴെ എന്ന് പറയുമ്പോൾ അവിടെ ചാൻസ് വളരെ കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്, 30 to 50 ഇടയിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ വന്നിട്ട് 50ക്ക് 60ക്കും ഇടയിൽ 49 കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമ്മുടെ 30, 40, 41 to 50 എന്ന് പറയുമ്പോൾ അവിടെ രണ്ടും ഏകദേശം തുല്യമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു റേഞ്ചിലാണ് എല്ലാ ജില്ലയിലും എന്തുള്ളത്, കൂടുതൽ കുട്ടികൾ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇടുക്കി ജില്ലയിൽ കണ്ടോ, 31 to 40 എന്ന് പറയുമ്പോൾ 47 കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമുക്ക് കിട്ടിയ ഡേറ്റയിൽ നിന്നാണ്. 41 to 50 ഇത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ കുറച്ച് ആൾക്കാർ, ഒരു 3000-ഓളം പേര് മാത്രമേ ഇതിൽ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വെച്ചിട്ടാണുള്ള ലിസ്റ്റാണ് ഞങ്ങൾ തയ്യാറാക്കിയിരുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ആവശ്യമില്ലാത്ത കമന്റുകളൊന്നും വേണ്ട. നെക്സ്റ്റ് തൃശ്ശൂർ എങ്ങനെയാണ്, 31 to 40 97 candidates and 41 to 50 96 candidates and there is no students scored more than 70. Okay, next പാലക്കാടും ഇതേപോലെ തന്നെ, പക്ഷെ അവിടെ എന്തുണ്ട്, 21 to 30 എന്ന് പറയുന്നത് റേഞ്ചിലും ഒരു 33 സ്റ്റുഡൻസ് വരുന്നുണ്ട്. ബാക്കി 93 സ്റ്റുഡൻസ് ആണ് 30 to 40. 41 to 50 എന്ന് പറയുന്നത് 63 ആണ്. ഓക്കെ, മലപ്പുറം 31 to 40 74 ആണ്. 41 to 50 80 സ്റ്റുഡൻസ് ആണ്. ഓക്കെ, പിന്നെ കൂടുതലൊന്നും നിങ്ങൾ ടെൻഷൻ ആകേണ്ട കാര്യമില്ല കേട്ടോ. ഓൾറെഡി പഠിച്ച എക്സാം എഴുതിയിട്ടും മാർക്ക് കുറഞ്ഞു പോയെന്നുള്ള സങ്കടത്തിലിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊന്നും ടെൻഷൻ ആകണ്ട, നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഒരുപാട് നിയമനങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിവ്. ഓക്കെ, വയനാട് 30 to 40 35 students, 40 to 50 43 students. കണ്ണൂര് 30 to 40 83 students and 41 to 50 70 students. എന്തുകൊണ്ടാണ് ഇത് ഞാൻ ഓരോ ബാർഗ്രാഫ് കാണിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഏകദേശം കൂടുതൽ കുട്ടികളും സ്കോർ ചെയ്തിരിക്കുന്നത് 30 to 50 ആണ്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും ആകണ്ട. നെക്സ്റ്റ് കാസർഗോഡ്, നമ്മുടെ ലാസ്റ്റ് 14th ഡിസ്ട്രിക്റ്റ് ആണ്. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റും പറഞ്ഞിട്ടുണ്ട്. 33 സ്റ്റുഡൻസ് എന്ത് ചെയ്തു, മീൻസ് 31 to 40ക്ക് ഉള്ളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. 41 to 50 എന്നത് 28 സ്റ്റുഡൻസ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാരെ അവിടെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കാം നമ്മുടെ സർവേയിലും കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് കോഴിക്കോട് വളരെ കൂടുതൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്ത സ്ഥലമാണ്. അതുപോലെ തന്നെ എന്താണ്, റിസൾട്ട് നമ്മുടെ പ്രൊവിഷണൽ വെച്ച് സർവേ നടത്തിയപ്പോഴും കൂടുതൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത സ്ഥലമാണ്. 31 to 40 എന്താണ് 98 സ്റ്റുഡൻസ് ഉണ്ട്. 41 to 50 കിട്ടിയത് 106 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതായത് ഒരുപാട് കുട്ടികൾ ഈ ഒരു റേഞ്ചിലുള്ള. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായി, ഈ ഒരു 14 ജില്ലയുടെയും ഈ ഒരു അനാലിസിസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഒരു 30-നും 50-നും ഇടയ്ക്ക് മാർക്ക് വാങ്ങിയ ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലിസ്റ്റിൽ ഉറപ്പായിട്ട് കയറി പറ്റും. നല്ല നിയമനങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് ഇതിനുള്ളിൽ നിന്ന് ജോലി കിട്ടുകയും ചെയ്യും. ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. 50ക്ക് മേലെയുള്ള കാൻഡിഡേറ്റ്സ്, 50ക്ക് മേലെ മാർക്ക് സ്കോർ ചെയ്തവർ വളരെ കുറച്ച് പേരാണ്. ഓക്കെ, കോഴിക്കോട് ഇപ്പൊ പറഞ്ഞു കേട്ടോ. റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാകും. ലിസ്റ്റ് ഓഗസ്റ്റിന് ക്യാൻസൽ ആകുന്നത് കൊണ്ട് അതിന് മുന്നേ തന്നെ ലിസ്റ്റ് എന്തായാലും വരും. ഓക്കെ, അപ്പൊ നമ്മുടെ
ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിൽ പങ്കെടുത്തവരുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ റിവ്യൂസ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം എടുക്കും. അപ്പൊ നമ്മുടെ മാക്സിമം ടൈം യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും എവിടെയായാലും ഇവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്നില്ല, എവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും ലേറ്റ് ആകരുത്. നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ ക്ലാസ്സുകളെല്ലാം നല്ലതാണോ, അവിടെയുള്ള കുട്ടികളുടെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകിയത്. ജസ്റ്റ് DMA കുറിച്ചൊരു അവയർനെസ് തരിക, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കുക, അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരിക. നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിന്റെ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തരിക. ഒരു ഡീറ്റെയിൽ സർവേ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ ഒരു അനാലിസിസ്. ഇത്രയും കാര്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞാൻ മാക്സിമം നിങ്ങളോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്മിനോട് മെസ്സേജ് അയച്ച് ചോദിക്കുകയോ വിളിച്ച് ചോദിക്കുകയോ ചെയ്യാം. അഡ്മിഷന്റെ കാര്യം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഈ വീഡിയോയിലെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതിന് മറുപടി ഉറപ്പായിട്ട് തരുന്നതാണ്. അപ്പോൾ ആരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫെസിലിറ്റീസ് ആണ് നമ്മുടെ നഴ്സിംഗ് ലൈവ് ആപ്ലിക്കേഷൻ. ഫീസ് ഒന്നും അടയ്ക്കേണ്ട, അത് മാക്സിമം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു DME സിലബസ് ഓറിയന്റഡ് ക്ലാസ് നാളെ മുതൽ ഫ്രീ യൂട്യൂബ് ചാനൽ നമ്മുടെ നഴ്സിംഗ് ലൈവിൽ യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം എല്ലാവരും യൂസ്ഫുൾ ആക്കുക, കാണുക. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, ഭാവി സുരക്ഷിതമാക്കുക. ഓക്കെ, ബൈ.